എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം, നമ്മൾ രണ്ടുപേരും കൊല്ലക്കാരൻ. അതെ അതെ. ഇപ്പോൾ ചേട്ടനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ കേട്ടിരിക്കുന്നു, പക്ഷേ പ്രേക്ഷകർക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ചേട്ടൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് എനിക്കറിയാം. അപ്പം ഇപ്പം ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ സംസാരിക്കുന്നത് അദ്ദേഹത്തെ ഡോക്ടർ ബി രവിപിള്ളയുടെ ഉടമസ്ഥതയിലുള്ള തിരുവനന്തപുരത്തെ കോവളത്ത് ട്രാവിസ് ഉടമസ്ഥതയിലുള്ള ദ ലീല എന്ന ഹോട്ടലിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഹോട്ടലിൽ നിന്ന് തന്നെ നമ്മുടെ കോവളത്തിൻ്റെ മനോഹരമായ അന്തർദേശീയ കടൽ തീരത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏറ്റവും മനോഹരമായൊരു സ്ഥലത്തുള്ള ഒരു ഹോട്ടൽ ശൃംഖലയാണ്. ഒരുപാട് വിദേശ സഞ്ചാരികളൊക്കെ വരുന്നു. അപ്പോൾ ശരിക്കും ഇന്നിപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് അങ്ങ് ഏർപ്പെടുത്തിയ ഒരു ഡോക്ടർ രവിപിള്ള അക്കാഡമി എക്സലൻസ് സ്കോളർഷിപ്പ്, അതിനെക്കുറിച്ച് സംസാരിക്കാൻ കൂടിയാണ്. എന്നാലും ആദ്യമായിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഞാൻ വളരെ ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചോദിക്കാം. യഥാർത്ഥത്തിൽ 50 കൊല്ലത്തേക്ക് ഒരു സ്കോളർഷിപ്പ് ഏർപ്പെടുന്നതൊക്കെ സത്യം ഞാൻ ഇന്ത്യയിൽ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായിരിക്കാം അങ്ങനെ ഒരു ഇത് ഏർപ്പെടുത്താൻ കാര്യം? പഠിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതെ, അവർക്ക് എഡ്യൂക്കേഷൻ എന്നാൽ കഴിയുന്ന സഹായം അതാണ് 50 വർഷത്തേക്ക് 525 crores rupees ആണ് മാറ്റി വെച്ചേക്കുന്നത്. 520 crores, 520 കോടി രൂപ, 525 കോടി രൂപ മാറ്റി വെച്ചു. ഈ ഐഡിയ എങ്ങനെ സ്ട്രൈക്ക് ചെയ്തു? മനസ്സിൽ വന്നതാണ്, ആരും പറഞ്ഞിട്ട് ചെയ്തില്ല. അല്ല, 525 കോടി രൂപ സ്കോളർഷിപ്പായിട്ട് കൊടുക്കുമ്പോൾ അതിൽ ഏതൊക്കെ കുട്ടികൾ വരും? അതെല്ലാം നോർക്കാണ് ചെയ്യുന്നത്. അതിൽ കോളേജ് കുട്ടികളുണ്ട്, സ്കൂൾ കുട്ടികളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ 20% NRIയുടെ മക്കൾക്ക്, NRI ഈ ഗൾഫിലൊക്കെ ഇഷ്ടം പോലെ അവർക്ക് ആവശ്യമെങ്കിൽ തന്നെയാണ് അവർക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. ബാക്കി 80% കേരളത്തിലുള്ള ആൾക്കാർക്ക് മാത്രമായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ 50 കൊല്ലം തീരുമാനിച്ചു. എനിക്ക് തോന്നുന്നു അങ്ങ് ഈ ബിസിനസ് ലോകത്തേക്ക് വന്നിട്ട് ഇപ്പം 50 കൊല്ലമായില്ലേ? അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ആഘോഷ പരിപാടിയാണ്. അപ്പോൾ ഇന്നിപ്പം അതിൻ്റെ എനിക്കൊന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ഒരു ഫംഗ്ഷനും നിശാഗന്ധി നടക്കുന്നുണ്ട് അല്ലേ? ഇന്ന് 1501 കുട്ടികൾക്ക് ഇന്ന് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ചേട്ടനെ ഒന്ന് തിരിഞ്ഞു നോക്കിയാലേ, ഇപ്പോൾ ചവറയിലായിരുന്നല്ലോ അങ്ങയുടെ ജനനം. മാത്രമല്ല അങ്ങ് കുട്ടിക്കാലത്ത് സാധ്യതകളൊക്കെ അവിടെയാണ് പരീക്ഷിച്ചത്. പിന്നീട് ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ വിദേശ നാടുകളിലൊക്കെ തന്നെ ഉണ്ടായി. ഇപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിൽ ബിസിനസ്സുണ്ട്? ഗൾഫിൽ എല്ലാ രാജ്യങ്ങളും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. UK ഉണ്ട്, ജപ്പാൻ, ഓസ്ട്രേലിയ ചെറുതായിട്ട് ഇത്രയുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങയുടെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങ് പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് പറക്കാൻ ശ്രമിച്ച ആളാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ അത്യാവശ്യം പരാജയങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഏറ്റുവാങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഉത്തേജനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനും. അപ്പോൾ അങ്ങയുടെ ഒരു ജീവിതത്തിൽ ഈ ബിസിനസ്സിലോട്ട് പിച്ച വയ്ക്കുമ്പോൾ തന്നെ ചില്ലറ സെറ്റ് ബാക്കുകളൊക്കെ ഉണ്ടാവും. ഞാൻ ജനിച്ചതും ഇതെല്ലാം ചവറയിലാണ്. ഞങ്ങൾ കർഷക കുടുംബം. ചില അന്ന് ഇഷ്ടം പോലെ നിലങ്ങളുണ്ട്, പുരകളുണ്ട്. അപ്പം അന്ന് ഈ ജോലിക്കാരോട്ടുള്ള ബന്ധം, അവരുടെ കൂടെ നിന്ന് ജോലി, ഇപ്പം വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒരു അനുകമ്പം അങ്ങനെ തുടങ്ങി. വീട്ടിലെ ജനസംഖ്യ എങ്ങനെയായിരുന്നു? ഒരുപാട് മക്കൾ കുറച്ചായിരുന്നു. പക്ഷേ ജോലിക്കാരുണ്ട് എല്ലാ ദിവസവും. ഈ അഗ്രികൾച്ചർ ഫാമിലി ആകുമ്പോൾ ഒത്തിരി കൃഷിയിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൃഷിയിടങ്ങൾ ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബന്ധമുണ്ട്. പക്ഷേ കൃഷിയിടങ്ങളിൽ 10 ജോലിക്കുണ്ടെങ്കിൽ ഒരാൾ നമ്മൾ 11 നമ്മൾ ജോലി ചെയ്തേ പറ്റും. അങ്ങനെയാണ് പഠിച്ചത്. അത് ഇപ്പം വിചാരിച്ചു ഈ കൃഷി കൊണ്ട് ഒരിക്കലും പറ്റില്ല. അപ്പോൾ അവരുടെ കൃഷിയൊക്കെ ഭയങ്കര സ്ട്രോങ് അല്ലേ നാട്ടിൽ? ഇങ്ങനത്തെ ആർക്കും ലാഭം ഉണ്ടാക്കാൻ വളരെ പ്രയാസമാണ്. ഈ നെല്ലാണ് മെയിൻ. തേങ്ങയ്ക്ക് ഇതുണ്ട്, അതുകൊണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ കൃഷി. പക്ഷേ അങ്ങേക്ക് താല്പര്യം ഉണ്ടായിരുന്നു അല്ലേ? എല്ലാ കൃഷിയുടെ എല്ലാ പണിയും ഞാൻ പറയാം, അതിനെപ്പറ്റി എല്ലാം അറിയാവരുടെ ജോലിയും സന്തോഷമായിരുന്നു. ഈ ആദ്യത്തെ ബിസിനസ്സിലേക്ക് നാട്ടിൽ തന്നെ ചില്ലറ ബിസിനസ്സൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് എത്ര വയസ്സ് പ്രായമുണ്ട്? ഒരു 15-16 വയസ്സ്. 16 വയസ്സിൽ തുടങ്ങിയല്ലേ? ഓക്കെ. ഞാൻ തുടങ്ങി. അന്ന് ഈ 16 വയസ്സിൽ ചെറുതായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരുണ്ടാകും, മരിച്ചുപോയി, വിജയംപിള്ളി എന്ന് പറയും, MLA. പിന്നെ അപ്പം ഞങ്ങൾ ബന്ധുവല്ലേ? ബന്ധുവാണ്. അപ്പം അന്ന് ഈ ഇപ്പം സിനിമ ഒന്നും പാടില്ല. ഈ കൂൾ യൂണിവേഴ്സിറ്റിക്ക് പോകണം. ഈ പാക്കുണ്ട്, പാക്ക് ഈ അടക്കയുടെ ഈ അതൊക്കെ പറക്കി അങ്ങനെ സുരൂപിച്ചാണ് പൈസ. എനിക്കൊന്ന് പ്രേക്ഷകർക്ക് ഒന്ന് മനസ്സിലായി കാണും. ഈ വിജയംപിള്ള എന്നൊക്കെ പറയുമ്പം അങ്ങ് ചവറയെന്ന് പുറം ലോകത്തേക്ക് അറിയപ്പെടുന്നതിന് മുമ്പ് ഈ ചവറ നാരായണപിള്ള എന്ന് പറയുന്ന ആൾ പുറം ലോകം അറിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ മകനാണ് വിജയംപിള്ള. അങ്ങയുടെ ചിറ്റപ്പനായിട്ട് വരും അല്ലേ? ഓക്കെ. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആ വീട്ടിലേക്ക് 1-2 പോയിട്ടുണ്ട്. നല്ല മനസ്സിൻ്റെ ഉടമയാണ് ഈ വിജയൻ. അപ്പം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറയും. അങ്ങനെ ഈ ഫസ്റ്റ് പടം കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ശങ്കരമംഗലത്ത് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഈ സ്കൂളിൽ എവിടെയാണോ പഠിച്ചത്? അന്ന് ചവറയിലുള്ള പ്രധാനപ്പെട്ട സ്കൂൾ കരുനാഗപ്പള്ളി കഴിഞ്ഞാൽ ഈ ചവറ തെക്കുംഭാഗം തേവലക്കര എല്ലാ സ്ഥലത്തെ ആൾക്കാർ ശങ്കരമംഗലം ഹൈസ്കൂളിൽ വന്ന് വേണം പഠിക്കാൻ. ഓക്കെ. അന്ന് ഭാർഗവി അമ്മ എന്ന് പറയുന്ന പ്രിൻസിപ്പൾ വളരെ സ്ട്രോങ് ആയിരുന്നു. അപ്പം ഈ ഒരുപക്ഷെ ഈ വീട്ടിൽ എസ്പെഷ്യലി ഒരു
നാട്ടിൻപുറത്തെ അന്നത്തെ ഈ നായർ ഫാമിലിയൊക്കെ ഒരു ഫ്യൂഡൽ മനോഭാവം ഉണ്ടല്ലോ പൊതുവേ. അപ്പോൾ അവരൊക്കെ ഈ ബിസിനസ്സിലേക്കൊക്കെ അങ്ങ് ഇറങ്ങാൻ ശ്രമിച്ചപ്പം എങ്ങനെയായിരുന്നു അവരുടെ ഒരു പ്രതികരണം? ആർക്കും ബിസിനസ്സിലുള്ള താല്പര്യമില്ല. ബിസിനസ്സിനെ പൊളിഞ്ഞു പോകുമെന്നുള്ള ആഗ്രഹമാണ്. അതാണ് നല്ല ധാരണ. വെച്ചാൽ ആ ഏരിയയിൽ അന്നൊന്നും നല്ല ബിസിനസ്സുകാരില്ല. ഒന്നുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ട ബിസിനസ്സുള്ളത് നമ്മുടെ രവി സാർ മാത്രമേ ഉള്ളൂ. രമലാളി എന്ന് പറഞ്ഞാൽ അങ്ങനെ മാത്രമേ ഉള്ളൂ ബിസിനസ്സുകാരനായിട്ടുള്ളൂ. അത് കശുവണ്ടി രംഗത്തായിരുന്നു. കശുവണ്ടി രംഗത്താണ്. എല്ലാവരും ഈ ബിസിനസ് രംഗത്ത്. പിന്നെ പൂലക്കാട് ഗ്രൂപ്പ്, വേറെ ആരും അല്ല അന്ന് ബിസിനസ്. കൂട്ടത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ ഈ അച്ചാണി രവി എന്ന് അറിയപ്പെട്ട പിന്നീട് രവി മുതലാളി, അദ്ദേഹമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു. നല്ല ബന്ധം. കാരണം എനിക്ക് തോന്നുന്നത് കൊല്ലത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു ജെന്റിൽമാൻ എന്ന് പറഞ്ഞൊരു ബിസിനസ് തന്നെയായിരുന്നു. 100% അതായത് 99 അല്ല 100% അല്ലേ? അപ്പോൾ അങ്ങ് അദ്ദേഹത്തെ കണ്ടായിരിക്കും അങ്ങും വളരുന്നതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ട് പണ്ട്. ഒരുപാട് ഒരു പ്രസ്ഥാനം, ഒരു ബുക്ക് കല്ലിടാൻ പറയും. അപ്പോൾ അങ്ങനെ നല്ല മനസ്സിൽ കല്ലിടും. ഞാൻ തിണക്കത്തിൽ പിന്നെ അങ്ങേരുടെ പൈസ കൊടുത്ത് അത് പണി കൊടുക്കും. അതാണ് അങ്ങനെ. അല്ല, ഞങ്ങളൊരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു പിരിവിന് പോയിട്ടുണ്ട് കൊല്ലസംകുളം ഞാൻ പഠിക്കുമ്പോൾ. അപ്പോൾ ചെന്നപ്പോൾ അദ്ദേഹമാണ് ഉദ്ഘാടകൻ. നമ്മളങ്ങ് തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇതിനെല്ലാം എത്ര പൈസ ചിലവ് വരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ അന്നത്തെ ഒരു അവസ്ഥയിൽ പറഞ്ഞു 15,000 രൂപ ചിലവ് വരും. പുള്ളി 15,000 രൂപ ചെക്ക് എഴുതി തന്നിട്ട് പറഞ്ഞു ഞാൻ ഉദ്ഘാടനം ചെയ്യേണ്ട, വേറെ ആരും വിളിച്ചോളൂ, പൈസ ഇത്രയും മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം സ്ഥിരം വരുന്ന ഇങ്ങനെയാണ്, അങ്ങനെ ഉദ്ഘാടകനാക്കുന്നു. അപ്പോൾ അങ്ങനത്തെ സ്വന്തം പൈസ കൊണ്ട് തീർക്കണം. അത് കണക്കാക്കിയ ആൾക്കാർ ഉദ്ഘാടനം വിളിക്കുന്നത്. ഓക്കെ. എനിക്ക് ഇപ്പം അങ്ങയുടെ ഈ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ തുകയൊക്കെ പറഞ്ഞ ആൾക്കാർ ഞെട്ടിക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഒരുപക്ഷെ അത് അങ്ങയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട്. കാര്യം ലോകം അറിയുന്നൊരു വ്യവസായിയായിട്ട് അങ്ങ് മാറി. അതും ഈ ചവറ പോലെ ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്ന് ആ ഗ്രാമത്തിൽ നിന്ന് ലോകത്തിലേക്ക് ചേക്കേറി ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക്, അത് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോയി എത്രയോ ആയിരങ്ങൾക്കാണ് അങ്ങ് ജോലി കൊടുത്തത്. അതൊക്കെ ചെറിയ ഒരു സംഭവമല്ല. കാരണം നമ്മൾ തൊഴിലായ്മയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ഞാൻ ചോദിക്കുന്നത് അങ്ങ് പറയാം. ആയിരമാണെന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് ഫാമിലീസ് നമ്മൾ ഉയർത്തി അവിടെ സ്റ്റാൻഡേർഡ്. കേരളത്തിൽ മാത്രമല്ല, എൻ്റെ ഇന്ത്യയിൽ മൊത്തവും, നേപ്പാൾ, ഫിലിപ്പീൻ, കൊറിയ, പല സ്ഥലങ്ങളും. അങ്ങനെ ഈ ക്ഷേമ തൽപരത വിദേശ നാടുകളിലേക്കും കൊടുത്തിട്ടുണ്ട്. ഫിലിപ്പീൻസുകാർക്കും ഒക്കെ സഹായങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ? പലരുടെയും പട്ടിണി മാറ്റാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് ചവറയിലേക്ക് പോകാം. കൊല്ലം ജില്ലയിലെ ചവറയിലാണ് അങ്ങ് ജനിച്ചത്. അപ്പോൾ ഈ ഒരു ഇത്രയും വലിയൊരു ബിസിനസ് ലോകം, ഒരുപക്ഷെ എനിക്കൊന്ന് വളരെ ചുരുക്കം മലയാളികൾക്ക് മാത്രം അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത്. എനിക്കൊന്ന് അങ്ങ് ഉണ്ടാക്കിയ ചില ചരിത്രമൊന്നും മറ്റുള്ളവർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ചവറയിലെ ഒരു സാധാരണ ബാലൻ ഇത്രയും വലിയൊരു വ്യവസായ ശൃംഖലയിലേക്ക് ചെന്ന് പെട്ടത്, ഇതൊക്കെ ചില ആക്സിഡൻസും ആയിരിക്കുമല്ലോ, ചെന്ന് പെട്ടത് എങ്ങനെയായിരുന്നു? അങ്ങ് ബേസിക്കലി ഒരു കർഷക കുടുംബത്തിലാണ്. അങ്ങയുടെ കുടുംബത്തിന്റെ ഒരു അവസ്ഥയൊക്കെ എങ്ങനെയായിരുന്നു? അച്ഛനും അമ്മയൊക്കെ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാനൊക്കെ താല്പര്യമായിരുന്നു? ആർക്കും താല്പര്യമില്ല. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞാനും എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, 2 പേരുണ്ട്. ഈ 2 പേര്. അപ്പം എനിക്കൊന്ന് അങ്ങ് ഒരു 15 വയസ്സുള്ളപ്പോൾ തന്നെ ഈ ബിസിനസ്സിനെ കുറിച്ച് അങ്ങയുടെ തലയിൽ കുതിച്ചായിരുന്നു, വെളിച്ചം പകർന്നു. എങ്ങനെയോ വന്നു. ആദ്യത്തെ കച്ചവടം എന്തായിരുന്നു? അത് ഈ ഡെയിലി ചിട്ടി. അന്ന് ചിട്ടി സ്ട്രോങ് അല്ലേ? ഡെയിലി ചിട്ടി ഞാൻ ആൾക്കാർക്ക് പൈസ ആവശ്യമുണ്ട്. ഈ ഡെയിലി ചിട്ടി ക്യാപിറ്റൽ വേണ്ടായിരുന്നോ? ഈ ക്യാപിറ്റൽ വേണമെങ്കിൽ അന്ന് ഈ 10 മൂലധനം ഇല്ലാതെ തുടങ്ങിയ പരിപാടിയാണ്. പൈസ പലിശക്ക് എടുത്ത് തുടങ്ങിയതാ. ഓ, അത് ശരി. അന്ന് 5% പലിശയാണ്. 100 രൂപയ്ക്ക് ഒരു മാസം 5 രൂപ. അത് പഴയ നാട്ടുമ്പുറത്തെ വട്ടിയായിരിക്കും. വട്ടി പലിശ. അതെടുത്തിട്ടാണ് നമ്മൾ ഈ ചെറിയ കടക്കാർക്ക് കൊടുക്കും. അപ്പം നമുക്കല്ല 5 രൂപ ലാഭം കിട്ടും 100 രൂപയ്ക്ക്. അപ്പം അങ്ങനെ തുടങ്ങിയതാണ്. ആ ചിട്ടി വിജയിച്ചോ പൊട്ടിയോ? വിജയിച്ചു. ചുറ്റിക്കുഴപ്പമുണ്ടായില്ല, വിജയിച്ചു. ഈ കൊല്ലം ഈ ചവറയിലുള്ള കൊച്ചു ഇങ്ങനെയുള്ള ചെറിയ സ്മാൾ കച്ചവടത്തിൽ കടക്കാരുണ്ട്, ഇഷ്ടം പച്ചക്കടയിൽ അവർക്കെല്ലാം കൊടുക്കും. അതിന് ദോഷം വെച്ചാൽ നമ്മൾ പിരിക്കാൻ പോകുമ്പം 6 മണി ആ സമയത്ത് അവന് മാറി നിൽക്കും, പൈസ തരാതിരിക്കാൻ വേണ്ടി. നമ്മൾ വേറെ സമയത്ത് പോകണം ഈ പൈസ വാങ്ങി. ഈ വീട്ടിൽ കാര്യമായിട്ട് പറമ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇഷ്ടംപോലെ പാടവും പറമ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യമുള്ള കാശൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങ് ചവറ വിടുന്നു, കൊല്ലം വിടുന്നു, അങ്ങ് കൊച്ചിയിലേക്ക് ചേക്കേറും. അഡീഷണൽ പോക്കറ്റ് മണിക്ക് വേണ്ടിയാണ് തുടങ്ങിയത്. ഓക്കെ. അത് ഈ പഠിക്കാൻ വേണ്ടി വല്ല ഉപയോഗിച്ചോ? അതോ? ഇല്ല, പഠിക്കാൻ വേണ്ടി വെച്ചാൽ ഈ മറ്റേ ഞാൻ പഠിച്ച ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കുളമില്ല. അപ്പോൾ ദേവസ്വം ഈ ഞങ്ങളുടെ ചവറിൽ നിന്ന് ഈ ഇവിടെ പോകുന്ന 10 പൈസയാണ് അന്ന് ബസ്സിൽ. ഇപ്പം വീട്ടിൽ ഈ 20 പൈസ എടുത്തു. KSRTC ബസ്സാ? പ്രൈവറ്റ് ബസ്. ആ സ്ഥലത്ത് KSRTC പിന്നെ വന്നു. മനസ്സിലായി. 20 പൈസ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ എന്നും ചായ പിടിക്കാൻ പറ്റുമോ? അപ്പോൾ സ്വന്തമായിട്ട് അങ്ങനെ പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി. സ്വന്തം അങ്ങനെ ഡെയിലി ചിട്ടി ഇവിടെ തുടങ്ങി. അങ്ങ് കൊച്ചിയിലെത്തുമ്പോൾ ഈ ചിട്ടിന്ന് മാറി മറ്റെന്ത് വ്യവസായത്തിലേക്ക് പോയി? അങ്ങ് അവിടെ പഠിക്കാനാണ് പോയത്. അപ്പം എൻ്റെ ഇവിടെ ഈവനിങ് കോഴ്സിലാണ് പോയത്. അപ്പം FSCT കൊച്ചിൻ റിഫൈനറി, അതാണ് മെയിൻ. അവിടുത്തെ എഞ്ചിനീയേഴ്സ് പാർട്ട് ടൈം പഠിക്കാൻ വന്നു. അങ്ങനെയാണ് കൺസ്ട്രക്ഷനെ പറ്റി പഠിച്ചത്. അങ്ങനെ അവരുടെ സഹായത്തോടുകൂടിയാണ് ആദ്യത്തെ വർക്ക് FSCTയിലും കൊച്ചിൻ റിഫൈനറി തുടങ്ങിയത്. ഈ 50 കൊല്ലത്തെ വ്യാവസായിക വളർച്ചയ്ക്ക് ശേഷം
ഡോക്ടർ രവി പിള്ള എന്ന് പറയുന്ന മനുഷ്യൻ പത്മശ്രീ പുരസ്കാര ജേതാവായി അങ്ങ് എനിക്കൊന്ന് കേന്ദ്ര സർക്കാർ അങ്ങ് പത്മ അവാർഡ് തന്ന് ആദരിച്ചു. ഇതിനൊക്കെ ആലോചിക്കുമ്പോൾ ഇന്ന് നല്ല തിരക്ക് പിടിച്ചൊരു ജീവിതം, അങ്ങ് രാജ്യങ്ങളുടെ പല ടൈം സോണിലേക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. 3-4 മണിക്കൂർ ഉറങ്ങിയാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരു ശരാശരി കൂടുതൽ വിവരമുള്ളൊരു മലയാളിയായി മാറി. അപ്പോൾ ഇതിൽ അങ്ങയുടെ ഇന്നത്തെ ഇതാലോചിക്കുമ്പോൾ അങ്ങ് തൃപ്തനാണോ ജീവിതത്തിൽ? എനിക്ക് എപ്പോഴും കൂടുതൽ വർക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹമാണ്. ഈ വർക്ക് ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയല്ല, എങ്ങനെ കൂടുതൽ ആൾക്കാർ ജോലി കൊടുക്കുക, നമ്മുടെ പേര് നിലനിർത്തുക. ഇതാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഗ്യാസ് എന്താണ് എനർജിയാണ്, എനർജി ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചാൽ ഗ്യാസും റിഫൈനറിയും. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്നത് ഇന്ത്യക്കാർ ആരുമില്ല, വളരെ കുറവായിരുന്നു. അപ്പം നമ്മളാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. അല്ല, ഇതിനകത്ത് അങ്ങ് ഒരുപാട് മലയാളികളെ അങ്ങ് ഗൾഫ് നാട്ടിലേക്ക് കൊണ്ടുപോയി. എനിക്കൊന്ന് 70കളിലാണ് അങ്ങ് ഗൾഫ് നാട്ടിൽ, പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെത്തുന്നത്. അന്ന് സൗദി അറേബ്യയിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു മണലാരണ്യം മാത്രമാണ്. അതെ, അന്ന് ചെന്ന് അവിടെ ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ എനിക്കൊന്ന് അന്നൊരു ഒരു ഒരു ഹിന്ദു സമുദായത്തിൽ ജനിച്ചു വളർന്ന ഒരാൾ ഇങ്ങനെ ഒരു മണലാരണ്യത്തിലേക്ക് ജോലി തേടി അല്ലെങ്കിൽ വ്യവസായങ്ങളൊക്കെ തേടി പോകുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അപൂർവ സംഭവമാണ് 70കളിൽ. ഞാൻ ഇവിടെ 77 എക്സാക്ട്ലി. അപ്പോൾ ഞാൻ ഇവിടെ ചെല്ലുമ്പോൾ മലയാളികളെ കാണാനേ ഇല്ല, ആരുമില്ല. വളരെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു? സഹായിക്കാൻ ആരുമില്ലായിരുന്നു. മേലോട്ട് നോക്കി ആകാശം മാത്രം. അത് മാത്രം. ഏതൊരു പവർ ഉണ്ടോ എൻ്റെ ബാക്കിലുണ്ടെന്ന് സഹായിക്കാൻ. അല്ല, അന്നങ്ങൊരു ജീവനക്കാരനാവാൻ ശ്രമിച്ചോ? അന്നേ ചെന്നിറങ്ങി ഉടനെ തന്നെ പൈസ വിട്ടാ പോയത്. സ്വന്തം കൊണ്ട് ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹത്തില്ല പോയത്. ഒരു കച്ചവടം തുടങ്ങാനുള്ള മനസ്സുണ്ട് അല്ലേ? ഉണ്ടായിരുന്നു. അവിടെ ഈ സൗദിയിൽ ആദ്യം തുടങ്ങിയ ബിസിനസ് എന്തായിരുന്നു? ആദ്യം തുടങ്ങിയത് മാൻപവർ സപ്ലൈ ആണ്. അതിലാണ് എനിക്കൊന്ന് ആദ്യം അങ്ങ് ശ്രദ്ധിക്കപ്പെടുന്നത്. അന്ന് ഈ പല അങ്ങനെ കമ്പനികളിൽ പരിചയപ്പെട്ടത്, ബിസിനസിനെ പറ്റി കൂടുതൽ പഠിക്കാൻ പറ്റും. ഈ ജീവിതത്തിലെ അങ്ങ് വെച്ചു പുലർത്തുന്ന നന്മ ഞാൻ അങ്ങയുടെ പല സംസാരത്തിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങ് ഇതുവരെ കൈക്കൂലി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കൈക്കൂലിക്കെതിരാണ് പൊതുവെ. എന്നുവെച്ചാൽ മനുഷ്യൻ എന്തെങ്കിലും നേരായ വഴിക്ക് പോകണം, സത്യം ഇത്തിരി താമസിച്ചാലും തിരിച്ചറിയും എന്നുള്ള വിശ്വാസക്കാരനാണ്. ഒരുപക്ഷെ അങ്ങ് ഇത്രയും വലിയ വ്യവസായ ശൃംഖല പടുത്തുയർത്തുമ്പോൾ ഒരുപാട് ആൾക്കാർ കൈക്കൂലി വാങ്ങാനും കമ്മീഷൻ വാങ്ങാനും വരും. അതെ, അതിലെ എങ്ങനെയാണ് അങ്ങ് ചെറുത്ത് നിന്നത്? ഈ 5 പതിറ്റാണ്ട് ഗൾഫ് ടൈമിൽ എവിടെ കൈക്കൂലി പാടില്ല. ഇപ്പം നമ്മൾ വലിയ പ്രോജക്റ്റ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യും. എത്തിക്സ് അതിനകത്ത് കൈക്കൂലി കൊടുക്കാൻ പാടില്ല. ഒരാൾ കൊടുക്കാൻ മാക്സിമം ഇത്രയേ കൊടുക്കാൻ പാടൂ, അത് കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ ആ വർക്ക് തന്നെ കോൺട്രാക്ട് തന്നെ ക്യാൻസൽ ചെയ്യും. അത്രയും എത്തിക്സ് ആണ്. ഇന്ത്യയിലേക്ക് വന്നാലോ? ഇന്ത്യയിൽ ഞാൻ ഇവിടുത്തെ ആൾക്കാരോട് ബന്ധപ്പെട്ട് നമ്മുടെ ആൾക്കാരാണ്, നമ്മൾ കൈക്കൂലി കൊടുക്കാറുമില്ല. അങ്ങയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു. കേരളത്തിൽ ഈ ബിസിനസ്സൊക്കെ നടത്തിയ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, ഹോസ്പിറ്റാലിറ്റി ഒഴിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ശരാശരി ഒരു ബ്രേക്ക് ഇവനായി പോകാനേ പറ്റൂ എന്നുള്ള അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈയിടെ ഒരു ഇന്ത്യൻ എക്സ്പ്രസ്സിലെ അങ്ങനെ ഇൻ്റർവ്യൂവിൽ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണോ ഇപ്പോഴും? അങ്ങനെ എന്തുകൊണ്ടായിരിക്കാം കേരളത്തിൽ അത് സംഭവിക്കുന്നത്? മെയിൻ കാരണം വെച്ചാൽ ഒന്നാമത് കോസ്റ്റ് വളരെ കൂടുതലാണ് ഇവിടെ. ടഫ് കോമ്പറ്റീഷനാണ്. കോസ്റ്റ് കൂടുതലാണ് അന്ന് പിന്നെ ടഫ് കോമ്പറ്റീഷൻ, ഇതാണ് മെയിൻ കാരണം. അല്ല, അങ്ങ് കുറേ സ്ഥാപനങ്ങൾ കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ടല്ലോ, ഇന്ത്യയിലും അങ്ങ് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പല വ്യവസായങ്ങളും ശ്രദ്ധിക്കുമ്പോൾ അവരെല്ലാം വികേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നു. ഡോക്ടർ രവിപിള്ളയുടെ കോൺസെപ്റ്റ് എന്താ ഇതിനകത്ത്? അത് എപ്പോഴും നല്ല ഒന്നും പോയാൽ ഒന്ന് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. നമ്മളെനിക്കൊന്ന് ആദ്യകാലം ഗൾഫ് നാടുകളിലൊക്കെ ആദ്യം അങ്ങ് ചെന്നിറങ്ങുന്ന സമയത്ത് ചില അവഗണനയൊക്കെ അങ്ങ് അനുഭവിച്ചായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് അങ്ങയുടെ ഒരു മധുരതരമായ ഒരു പ്രതികാരം ഇഷ്ടപ്പെട്ടു. അതായത് അങ്ങയ്ക്ക് കൈതരാൻ വിസമ്മതിച്ച ഒരാളെ അങ്ങ് തന്നെ അയാളെ ജീവനക്കാരനായി കൂടെ നിർത്തി. കാരണം വെച്ചാൽ ഇപ്പം അന്നത്തെ കാലത്ത് ഇന്ത്യ എന്ന് വെച്ചാൽ പുവർ കൺട്രി, ഇന്ത്യയെക്കുറിച്ചൊരു ബഹുമാനമില്ല, ഇന്ത്യക്കാരനെ കുറിച്ചും ഇല്ല, അന്നില്ല. ഇപ്പം ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഇന്ത്യക്ക് എല്ലാം ഇതാണ്. അപ്പോൾ ഇന്ത്യക്കാരെന്ന് വെച്ചാൽ പൈസ ഇല്ലാത്ത പ്രവർത്തനങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വിളിക്കുമ്പോൾ ഒരു കാറ്, ഒരു വലിയ ഇപ്പം എത്ര രൂപയാണ് കാറ് തരാമെന്ന് പറഞ്ഞു. അത് 10 വിലക്ക് ഞാൻ പറഞ്ഞ അപ്പം തന്നെ വാങ്ങി. അപ്പോൾ അത് ഇപ്പം ഇന്ത്യക്കാർക്കെല്ലാം നല്ല വില ഗൾഫിലുണ്ട്. ഇന്ത്യക്കാരെല്ലാം ഒന്നിനൊന്നും മെച്ചമാണുള്ള ധാരണയാണ്. രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ ഒരു ചങ്ങാത്തമുണ്ടോ? ഇല്ല, ബന്ധമുണ്ട്, അടുപ്പമുണ്ട്, ഫ്രണ്ട്ഷിപ്പ്. ഈ നമ്മുടെ ഒരു പഴയ മലയാള സിനിമയിലെ ചേട്ടൻ്റെ ശ്രദ്ധപ്പെട്ടെന്ന് അറിയില്ല, പ്രതാപേന്ദ്രൻ പറയുന്നുണ്ട് എനിക്കങ്ങ് ഡൽഹി വരെ പിടിയുണ്ടെന്ന്. അതെ എന്ന് പറയും. ഇന്ന് പറഞ്ഞല്ലേ, ചേട്ടൻ നരേന്ദ്രമോദിയൊക്കെ തന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് തന്നെ പരിചയമുള്ളതാണ്. അദ്ദേഹത്തോട് എപ്പോഴും നമുക്കൊരു സൗഹൃദം സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ ഇത്തരം തിരക്കിലാണല്ലോ അങ്ങനെ സത്യസന്ധമാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജീവിതത്തിൽ അങ്ങ് കാണുന്ന? അങ്ങ് വിദേശ നാടുകളിലെ ഒരുപാട് ഭരണാധികാരികളുമായിട്ട് ബന്ധമുള്ള ആളാണ്. അത് ഈ ഗൾഫിലും നരേന്ദ്രമോദിയെ പറ്റി നല്ല അഭിപ്രായമാണ്.
അങ്ങനെ ഇന്ത്യ നന്നാകണം, അങ്ങനെ നന്നാകണം, ഇന്ത്യ നന്നാകണം എന്ന ഒരാഗ്രഹമുള്ളതാണ്. ഇതിന് വേറെ താല്പര്യമൊന്നുമില്ല, മറ്റ് ഇടം അതിൻ്റെ ഒന്നുമില്ല. ഞാൻ മറ്റൊരു അത്യാവശ്യ കാര്യം പറഞ്ഞു, ഒരു തലമുറ മാറ്റം RP ഗ്രൂപ്പിൽ സംഭവിക്കുന്നു എന്ന് ഞാൻ കേട്ടു. അതെ, അതായത് അങ്ങയുടെ 2 മക്കളാണല്ലോ അങ്ങനെയുള്ളത്. അവർ ഒരു മകളും ഒരു മകനും അല്ലേ, ഇവർ രണ്ടുപേരും ചുമതല ഏറ്റെടുക്കുന്നു, അങ്ങ് സിംഹാസനം അവരെ ഏൽപ്പിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സൂചനയുണ്ടോ? ഇല്ല, എൻ്റെ ആഗ്രഹം മരണം വരെ ജോലി ചെയ്യണമെന്നുള്ള, ലാസ്റ്റ് മിനിറ്റ് അധ്വാനിച്ച് കഴിയും, അധ്വാനം ചെയ്യണമെന്നുള്ള. പൈസ എല്ലാം ഇല്ല, അത് അങ്ങനെ ഒരു. ഈ മകൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്? മകന് വെളിയിലാണ് MB പാസ്, എന്നെക്കാട്ടുള്ള സ്മാർട്ടാണ്. മോളിവിടെ ഉണ്ട്, എന്നെ വിളിക്കും, വേണം വിളിച്ചാരതി വിളിച്ചു. അവർ MD പാസ്സായി. അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ബിസിനസ്, ഇപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുക. എൻ്റെ സപ്പോർട്ടില്ലാതെ. രണ്ടുപേരും ഡോക്ടേഴ്സാണ്? മകൻ ഡോക്ടറല്ല, മോള് ഡോക്ടറാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പം അങ്ങയുടെ ഒരു വിഷണറി ജീവിതവും ഈ പുതിയ ജൻസി തലമുറയുടെ കാലമാണല്ലോ. അതെ. അപ്പോൾ പുതിയവരിലേക്ക് ഇത് ഒരു ചെറിയ ചുവടുമാറ്റം. എനിക്കറിയാം ഡോക്ടർ രവിപിള്ള എന്ന് പറയുന്ന വ്യവസായ ശൃംഖലയുടെ അധിപൻ ഡോക്ടർ രവിപിള്ള തന്നെയായിരിക്കും. അതെ. അപ്പോൾ അത് ഇവരിലേക്ക് പൂർണ്ണമായി കൈമാറാതെ നമ്മളുടെ ഒരു വിഷൻ അനുസരിച്ച് കുട്ടികൾ വരുന്നു എന്നൊരു തോന്നൽ അങ്ങേക്കുണ്ടോ? മാറ്റം ഒരു 60% ഉണ്ടാവും. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഏതാണ്ട് ഒരു 2 ലക്ഷത്തിന് അടുത്ത് ആൾക്കാർ അങ്ങയുടെ സാമ്രാജ്യത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് പല രാജ്യങ്ങളിലായിട്ട്. അപ്പോൾ അവരൊക്കെ അവരോടൊക്കെ വളരെ വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പം വളരെ സംതൃപ്തരാണെന്ന് കണ്ടു. ഞാൻ അങ്ങയുടെ വീട്ടിൽ ഒരു ദിവസം ബഹ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചിറങ്ങുമ്പോഴും ഞാൻ അവിടുത്തെ ഒരു എംപ്ലോയിയോട് ചോദിച്ചു, ആർ യു സാറ്റിസ്ഫൈഡ്? അപ്പോൾ അയാൾ ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ് എന്ന് അയാൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ തൊഴിലാളികളുടെ സംതൃപ്തി സൂക്ഷിക്കാൻ അങ്ങ് എന്താ ചെയ്യുന്നത്? കാര്യം ഇത്രയും നമ്പറായി, ഇനി അങ്ങയുടെ കാഴ്ചവട്ടത്തിൽ അവർക്ക് എത്താൻ കഴിയുന്നുണ്ടോ? ഞങ്ങളുടെ ഫസ്റ്റ് ആൾക്കാർക്ക് അവരുടെ കംഫർട്ടാണ്. നല്ല താമസ സ്ഥലം, നല്ല ആഹാരം, സമയത്ത് ശമ്പളം, ഇത്രയും കൊടുത്തെങ്കിൽ മാത്രമേ ആൾക്കാർ ഹാപ്പി ആകത്തുള്ളൂ. വിദേശത്ത് അവരുടെ ബന്ധു നമ്മളാണ്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ. ഈ ഇടയ്ക്ക് മോള് വരുന്നുണ്ട്. ഹായ് മോൾ. ഹായ്. താങ്ക് യു, നൈസ് മീറ്റിംഗ് മോളു. എനിക്കൊപ്പം ഡോക്ടർ ആരതി കൂട്ടുണ്ട്, ഡോക്ടർ രവിപിള്ളയുടെ മകളാണ്. ഡോക്ടർ ആരതി, അച്ഛൻ പറഞ്ഞേക്കെന്ന് അറിയോ? അച്ഛൻ ഈ ലൈവ് ഇൻ്റർവ്യൂ പറഞ്ഞിരിക്കുന്നത് അവസാനം വരെ അധ്വാനമായിട്ട് അച്ഛനുണ്ടാവും. ആണല്ലേ? ഇപ്പം എന്തൊക്കെയാണ് ചെയ്യുന്ന കലാപരിപാടികൾ, ബിസിനസ്? ഇപ്പം 3 മാസമായിട്ടൊരു പുതിയ ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നത് അച്ഛൻ്റെ ബിസിനസ്സിലേക്ക് കയറുന്ന വിവരം മകള് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ടാക്കാൻ കാര്യമുണ്ടോ? ഇതായിരുന്നല്ലോ എളുപ്പം. സ്വന്തമായിട്ടൊരു പേരുണ്ടാക്കണം എന്നുണ്ട്. അച്ഛൻ്റെ നേടല് വേണ്ടത് അല്ല, അത് അനുഗ്രഹം വേണം. പിന്നെ ഡാഡിക്കും പ്രൗഡായിട്ടുള്ള ഒരു കാര്യമല്ലേ സ്വന്തമായിട്ടൊരു. അപ്പൊ ഈ ഇതെന്നാ തുടങ്ങിയത്? ഇതിപ്പോൾ 3 മാസമായിട്ടേ ഉള്ളൂ. വളരെ ഒരു സോഫ്റ്റ് ലോഞ്ച് ആണ് കൊടുത്തത് ഓൺലൈൻ. അതുകൊണ്ട് അധികം ആർക്കും അറിയില്ല. ഇത് കൊറിയൻ സ്കിൻ കെയർ ആണ്. അപ്പം നമ്മൾ ആദ്യമായിട്ടൊരു ഫസ്റ്റ് സ്കിൻ കെയർ റിച്വൽ തന്നെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാനുഫാക്ചറർ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ആ ടീം, നമുക്ക് ലാബ് എക്സ്പേർട്സും കോസ്മെറ്റോളജിസ്റ്റ് ഒക്കെ ഉണ്ട്. ആ ടീമാണ് ഇതിൻ്റെ പ്രത്യേകത. അവർക്ക് 40 yearsോളം എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഈ മാനുഫാക്ചറർ എന്ന് പറയുമ്പം ഇറ്റാലിയനും ഫ്രഞ്ച് ബ്രാൻഡ്സിൻ്റെ ബെസ്റ്റ് സെല്ലേഴ്സ് ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ബന്ധം വന്നത് നമുക്ക് ഒരു വലിയ ഭാഗ്യം. എൻ്റെ അറിവിൽ ഡോക്ടർ ആരതി കൊച്ചിയിലെ അമൃത മെഡിക്കൽ കോളേജിൽ MD കഴിഞ്ഞു അല്ലേ? ഒരു ഡോക്ടറുടെ ജീവിതം പ്രിഫർ ചെയ്തിട്ട് പോയി കോഴ്സ് എടുത്താണോ അതോ ഒരു ഡോക്ടർ ആവുക എന്നാണ് ഉദ്ദേശിച്ചതേ ഉള്ളൂ? ഡോക്ടർ ആവണം എന്ന് ആഗ്രഹം അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഡാഡിക്കും മമ്മിക്കും വലിയ ആഗ്രഹമായിരുന്നു. കഴിഞ്ഞിട്ട് വ്യവസായത്തിലേക്ക് കടന്നു. അപ്പൊ ഡോക്ടറെ ജീവിതം ഉപേക്ഷിച്ചോ? ഉപേക്ഷിച്ചു. നീ അങ്ങോട്ടൊരു തിരിച്ചു പോക്കില്ല? ഇല്ല, അതൊരു ബാക്കപ്പ് ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അല്ല, ഒരു കാര്യം കൂടി, ഡോക്ടർ ആരതി, നിങ്ങൾ 2 മക്കളാണല്ലോ, ഗണേശും ആരതിയും. മൂത്തത് ബ്രദറാണ്. ബ്രദറും ഇതുപോലെ എന്തെങ്കിലും പുതിയ ബ്രാൻഡ് തുടങ്ങി അത് അച്ഛൻ്റെ കൂടെ ചേർന്നോ? അച്ഛൻ്റെ കൂടെ ചേർന്നു. അദ്ദേഹം ഇപ്പൊ ഇവിടെ ഇല്ല. ഓക്കെ. അപ്പോൾ അതിന് വ്യത്യസ്തമായ തീരുമാനം ഡോക്ടർ ആരതി എടുത്തു. അപ്പോൾ ഈ ചില ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ നമുക്ക് 10 പൈസ ഇടാൻ പറ്റുന്ന, അതായത് നമുക്ക് എന്തെങ്കിലും അറിവുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇതിലുള്ള ഒരു ഗ്രാഹ്യം എങ്ങനെയാണ്? ഇതിൽ ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് നമുക്ക് ഫോർമുലാസ്, ഇപ്പോൾ സ്കിൻ കെയറിലുള്ളതും മെഡിക്കൽ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പഠിക്കാനും അതിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു. പീഡിയാട്രിക്സ് ആണ്. ഓക്കെ, നല്ല കാര്യം. അപ്പോൾ ഡോക്ടർ ആരതിക്ക് ഓൾ ദ ബെസ്റ്റ്. 50 കൊല്ലം ബിസിനസ് നിൽക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ കാര്യമല്ല. ഈ ബിസിനസ്സിൽ താഴ്ചകളുണ്ടായപ്പം അങ്ങയുടെ മനസ്സിൽ എന്തായിരുന്നു ചിന്ത?
താഴ്ചകൾ ഞാൻ കേരളത്തിലുള്ളപ്പോഴേ ഉണ്ടായിട്ടുള്ളൂ. സ്കിൽഫി ഫുഡ് ഉണ്ടായിട്ടില്ല. ഓരോ ദിവസവും മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് മാറ്റം ഉണ്ടാകാൻ കാരണം വെച്ചാൽ നമ്മൾ മാത്രം വേണം, നമ്മുടെ നല്ല ടീം വേണം, ഹാർഡ് വർക്ക്. ഇതുകൊണ്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ടുള്ളത് പോയത്. ഒരു ടീം വർക്കാണ്, നമുക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ സഹായിക്കാൻ നമ്മുടെ പിന്നിൽ നല്ല ശക്തരായ ആത്മാർത്ഥമായ ആൾക്കാരുണ്ടാകണം. ഈ അങ്ങ് എനിക്കൊന്ന് കഠിനാധ്വാനം എന്ന ഏറ്റവും മഹത്തായ വഴിയിലൂടെ നടന്ന് ഒറ്റയ്ക്ക് കെട്ടിപ്പടുത്താണ് ഈ സാമ്രാജ്യം. അതെ, ഒരുപാട് ആൾക്കാർ അങ്ങ് സഹായിച്ചിട്ടുണ്ടാകും, പക്ഷേ അങ്ങ് മേധാവിയായിട്ടും നേതാവായിട്ടും മുകളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരു ബിസിനസ് ലോകത്ത് ഒരു ഓൺലൈൻ ഷോ കളിക്കുമ്പോൾ അവിടെ അങ്ങ് നേരിട്ട് ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരുന്നു? നമ്മളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ കൂടെ ഇത്രയും കുടുംബങ്ങളുണ്ട്, 2 ലക്ഷം കുടുംബം. ആ കുടുംബങ്ങളെ നോക്കാം, ആ ഉത്തരവാദിത്വം 2 ലക്ഷം പേര് ഇപ്പോൾ കൂടെയുണ്ട്. ആ ഉത്തരവാദിത്വം മനസ്സിലുണ്ടാകണം. ആ ഉത്തരവാദിത്വമുണ്ട്. അവരുടെ കുടുംബത്തിൽ എന്തുണ്ടായാലും ഇവരെ എല്ലാ കറക്റ്റ് ശമ്പളം, അവരുടെ താമസം, ഫുഡ്, ഇതെല്ലാം. പിന്നെ അസുഖക്കാരുണ്ടാവും പെട്ടെന്ന്, ഇതെല്ലാം നോക്കി പോകണം. ഒരു വലിയ ഉത്തരവാദിത്വമാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ കുറച്ച് മലയാളികൾ ലോകത്ത് അറിയപ്പെട്ടവരാണ്. ഇപ്പോൾ ജോയി ലൂക്കാസ് ആയാലും എം എ യൂസഫ് അലി ആയാലും അങ്ങായാലും അങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ ബിസിനസ് ലോകത്ത് വളരെ അറിയപ്പെട്ട പേരുകളുണ്ട്. മലയാളികൾക്ക് അഭിമാനമാണ് നിങ്ങളെയൊക്കെ ഓർക്കുമ്പോൾ. അതേസമയം ഇങ്ങനെ ഒറ്റയ്ക്ക് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയ പല ആളുകളും ഈ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ അവരുടെ ബിസിനസ് രംഗത്തിലുണ്ടാകുന്ന ചെറിയ ചലനങ്ങളും മാറ്റങ്ങളും ഒക്കെ അവർ ശ്രദ്ധിക്കും, അവരുടെ നേതൃത്വം ഉണ്ടാകും. ഞാൻ ഒരു ദിവസം നമ്മുടെ ശോഭ ഡെവലപ്പേഴ്സിലെ മേനോൻ സാറിൻ്റെ ഒരു സ്ഥാപനത്തിൽ പോയി, പാലക്കാട്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു പടം വരച്ച് വെച്ചു. ഞാൻ പടം കൊള്ളാമല്ലോ എന്ന് പറഞ്ഞപ്പം അവിടുത്തെ ഒരാൾ പറഞ്ഞു, ഇത് അദ്ദേഹം തന്നെ വരപ്പിച്ചാൽ. അപ്പോൾ അദ്ദേഹം ഇത്രയും വലിയൊരു ഒരു നിർമ്മാതാവ്, ഒരു ബിൽഡറായിട്ട് നടക്കുന്ന സമയത്തും അദ്ദേഹം ചെറിയൊരു പടം ആ സ്ഥാപനത്തിൽ ഒട്ടിച്ച് വെക്കുന്നത് ഭയങ്കര ശ്രദ്ധയുണ്ട്. അതേപോലെ തന്നെ ഡോക്ടർ രവിപിള്ള നമ്മൾ ഈ ഹോട്ടൽ സംവിധാനത്തിൻ്റെ അകത്ത് വരുമ്പോഴൊക്കെ അങ്ങയുടെ ഒരു സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മനുഷ്യ സാധ്യമാണോ? ആധുനിക ബിസിനസ് മാനേജ്മെൻറ്റിൽ ഇതൊന്നും ആരും അങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെടത്തുമില്ല. ഈ സ്വന്തമായിട്ട് അധ്വാനിക്കുമ്പോൾ പ്രയാസങ്ങളറിയാം. അത് പേരുണ്ടാക്കാൻ ഒരു വർഷങ്ങളെടുക്കും. തുടക്കം മുതലുള്ള നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക, അത് അവസാനം വരെ ഉണ്ടാകണം. ചെറിയ ക്ലീനിങ് വരെ നമ്മൾ നോക്കിയില്ലെങ്കിൽ ആ സ്ഥാപനത്തിന് മോശമാണ്. അല്ല, അതിനൊക്കെ സമയം കിട്ടുമെന്ന് ചോദിക്കുക ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ. കിട്ടുന്ന സമയത്ത് ബാക്കിയുള്ളവർ ഉണ്ടെന്ന് നോക്കാനൊക്കെ ആൾക്കാരുണ്ടല്ലോ. നമ്മൾ ആൾക്കാരെ വെക്കും, അല്ലെങ്കിൽ മോള് പോയി നോക്കിയിട്ട് പറയും, അല്ലെങ്കിൽ പ്രത്യേക ആളിനെ അറിയാതെ വെച്ചിട്ടുണ്ട്, ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി റിപ്പോർട്ട് ചെയ്യും. അതനുസരിച്ച് നമ്മൾ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. മകന് അപ്പോൾ ബിസിനസ്സിൽ കൂടെ തന്നെ ഉണ്ട്, വളരെ സ്മാർട്ടാണ്. ഒരു തലമുറ മാറ്റമാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത് അതിലൂടെ? അത് ഇപ്പോൾ ഒരു 60% മോനാണ് നോക്കുന്നത്. അങ്ങേപ്പോലുള്ള ആൾക്കാരൊക്കെ കേരളത്തിലെ വ്യവസായ സംരംഭകർക്ക് ഒരു ബിസിനസ് മോഡലാണ്. അതെ, അതിൽ കേരളത്തിൽ തന്നെ ബിസിനസ് ചെയ്യാനും കേരളത്തിന് പുറത്ത് ബിസിനസ് ചെയ്യാനും ഒക്കെ താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ ഈ പുതിയ സംരംഭകർ ഇപ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്പുകളൊക്കെ കേരളത്തിൽ വരുന്നുണ്ട്. അതൊക്കെ ഒരു വലിയ മാറ്റമായിട്ട് ഞാൻ കാണുന്നു. അങ്ങ് ഇവരോട് എന്താ പറയേണ്ടത്? കാര്യം ഒരുപക്ഷെ അങ്ങ് കാരണം അങ്ങയുടെ ജീവിതത്തിൽ ഒരു ഒന്നാം പകുതിയുണ്ട്. ചില ബിസിനസ്സുകൾ ചെയ്തു, അത് പൊളിഞ്ഞു, ചിലത് രക്ഷപ്പെട്ടു, പിന്നീട് അങ്ങ് ഒരു അശ്വമേധം പോലെയായിരുന്നു. ഏത് യങ് ജനറേഷൻ ഈ ചെയ്യുന്ന ജോലി 100% സിൻസിയാരിറ്റി ലോയിലായിരിക്കണം. പതിട്ടുള്ളത് ഏത് വർക്കും സ്വന്തമായിട്ട് സെലക്ട് ചെയ്യുക. ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയാൽ അത് 100% കറക്റ്റ് ആയിരിക്കത്തില്ല. പ്രോജക്റ്റ് റിപ്പോർട്ട് അത് ഇപ്പം ഈസിയായിട്ട് കിട്ടും പലതിലും. പക്ഷെ അത് കറക്റ്റാണ്, നമ്മളൊന്ന് സ്റ്റഡി ചെയ്യണം. ഒരു പ്രൊഡക്റ്റ്, ഒരു ഫാക്ടറി തുടങ്ങുക, ആ ഫാക്ടറി ഇവിടെ നല്ലതാണോ, അത് മറ്റ് ഇന്ത്യയിൽ വേറെ ഉണ്ട്, അതിപ്പോൾ പഠിച്ചതിന് ശേഷം മാത്രമേ തുടങ്ങാവൂ. ചിലപ്പോൾ കേരളത്തിൽ വിജയിച്ച ഒരു സ്ഥാപനം മദ്രാസ് വിജയിക്കത്തില്ല, അല്ലെങ്കിൽ ബോംബെ വിജയിക്കത്തില്ല. അതനുസരിച്ച് നോക്കിയിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുള്ളൂ. ഞാൻ കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് ചൈനയിൽ ചെന്നിരുന്നു. അന്ന് ഈ പണ്ട് കൊടൈക്കൻ എന്ന് പറയുന്ന സ്ഥിതി വളരെ നിർബന്ധം. ഒരു $10 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്ത് ഫാക്ടറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ക്യാമറ പോയി. ക്യാമറയുടെ ഇത് പുതിയ ടെക്നോളജി വന്നപ്പോഴത്തേക്ക് അത് പൊട്ടിക്കഴിഞ്ഞു. അത് ശരിയാണ്. ഇത് കേരളത്തിൽ അങ്ങ് കുറേ സംരംഭങ്ങൾ തുടങ്ങി, പ്രത്യേകിച്ച് ഹോസ്പിറ്റാലിറ്റി, പല രംഗത്തും അങ്ങ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും അങ്ങയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലും വിദേശ നാടുകളിൽ. അതെനിക്കറിയാം, കേരളം പോലെ സ്ഥലത്ത് വലിയ ബിസിനസ്സിന് പൊട്ടൻഷ്യൽ അങ്ങ് തന്നെ കണ്ടെത്തിയിട്ടുണ്ടല്ലോ പല ബിസിനസ്സുകാരും. അതുകൊണ്ട് വിദേശ നാടുകളിലാണ്. അപ്പോൾ ഇനി അങ്ങ് ഒരുപക്ഷെ നമ്മുടെ സ്വന്തം നാട് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ലോകത്തെവിടെ പോയാലും നമുക്ക് പെറ്റമ്മ പോലെയാണല്ലോ ഈ സംസ്ഥാനം, ഈ കേരളം എന്ന് പറയുന്നത്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ ഒരിക്കലും ഒരു വലിയൊരു വ്യവസായ സംരംഭകൻ്റെ മകളുമായിട്ട് സംസാരിച്ചപ്പം അവർക്ക് കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനം മാത്രമാണ്. അടിമുടി മലയാളിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് അതിലൊരു വിഷമമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു, പറഞ്ഞു വളർത്തു ദോഷം എന്ന് അദ്ദേഹം ചുരുക്കത്തിലങ്ങ് പറഞ്ഞു. എന്നാൽ ഡോക്ടർ ആരതി മാത്രമല്ല, അങ്ങയുടെ 2 മക്കളും കേരളത്തിൽ കാലി ചവിട്ടി നിൽക്കുന്നു. അതിലങ്ങ് ഒരു പിതാവ് എന്നുള്ളതിൽ ശ്രദ്ധിച്ച കാര്യം എന്താ? വരുന്ന റൂട്ട് മറക്കാൻ പാടില്ല, ആ കൾച്ചർ അതാണ് മെയിൻ കാരണം.
അതായിരുന്നു അല്ലേ? അതെ. അപ്പം അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികളെ നമുക്ക് നമ്മുടെ കുട്ടിത്തം വെച്ച് അവരെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്നാലും അങ്ങ് ഈ കുട്ടികൾക്ക് നല്ല വഴി പറഞ്ഞു കൊടുത്തു, അവർ പാലിക്കുകയും ചെയ്യുന്നു. അതായത് എപ്പോഴും ഈ പേരൻസാണ് അവരുടെ ടീച്ചർ തുടങ്ങുമ്പോഴേ. അച്ഛൻ എന്ത് ചെയ്യുന്നു, അങ്ങാണോ മോഡൽ? അങ്ങനെ തീർച്ചയായിട്ടും അവർ ജനിച്ചു അച്ഛനും അമ്മയും നോക്കി വളർന്നത്, അത് ഫോളോ ചെയ്യും തുടക്കത്തിൽ 5 വർഷം വരെ, 5 വയസ്സ് വരെ, 5 വയസ്സ് അത് കഴിഞ്ഞ് മാറും. അതെ അത് കഴിഞ്ഞ് സ്കൂൾ ടീച്ചേഴ്സും ഒക്കെ മോഡലായി മാറും. ഓക്കെ. അല്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചത്, ഇപ്പം നമ്മൾ സാധാരണ ഈ യങ്സ്റ്റേഴ്സിൽ ഞാൻ കണ്ട ഒരു കാര്യം, ഒരു ചെറിയ പരാജയം വന്നാലും അവർ തളർന്നു പോകും. പിന്നെ ചിലപ്പോൾ അവർ ഉയർച്ചയെ കാണത്തില്ല അവരുടെ ജീവിതത്തിൽ. ഈ അങ്ങനെ അങ്ങയുടെ ഈ സംസാരം കേട്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും, പ്രത്യേകിച്ച് ഈ ഇങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വ്യവസായി, ഒരു സംരംഭകൻ, ഒരു ഇൻവെസ്റ്റർ, അയാൾ ഒരു ചുവടുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പണി രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിറങ്ങിയാൽ അയാൾ ശ്രദ്ധിക്കേണ്ട ഒരു 3 കാര്യം അങ്ങ് ഏതൊക്കെയാണ് പറയും? ഫസ്റ്റ് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് പ്രധാനമാണ്. അതാണ് മെയിൻ. അതിൻ്റെ ടെക്നോളജി ഏതാണ്ട് ഉണ്ടോ ഇല്ലയോ, ഓക്കെ. അത് കഴിഞ്ഞിട്ട് ആത്മാർത്ഥമായ വർക്ക് ഫോഴ്സ് എങ്കിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. ഒരിക്കലും ഒരു ബിസിനസ് തുടങ്ങി മാനേജ് ചെയ്യുമെന്ന് പറഞ്ഞ് ചെയ്യാൻ പാടില്ല. നമ്മൾ തന്നെ ചെയ്യാൻ ധൈര്യമുണ്ട്. മാനേജ് നാളെ പോയാലും നമ്മൾ ചെയ്യാൻ ഉള്ള ധൈര്യം ഉണ്ടാകണം, അത് പഠിക്കണം. എപ്പോഴും മാനേജറെ മാത്രം വിശ്വസിച്ച് ഒരു ബിസിനസ് ചെയ്യാൻ പാടില്ല. ഈ അടിമുടി ഒരു മലയാളി എന്ന നിലയിൽ ഞാനെപ്പോഴും അങ്ങേപ്പോലുള്ളവരെ കാണുമ്പം ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങ് ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിൽ തുടങ്ങണം, ആ സ്ഥാപനമൊക്കെ നന്നായി നടക്കണം, കേരളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടണം. എനിക്കറിയാം അങ്ങയുടെ ഹോട്ടൽസൊക്കെ തന്നെ നല്ല ഹോട്ടലുകളാണ്. കോഴിക്കോട്ടെ കടവായാലും കൊല്ലത്തെ ഹോട്ടലായാലും ഒക്കെ നല്ല, പ്രത്യേകിച്ച് കോവളത്തെ ഈ ലീലയും ഒക്കെ എനിക്കൊന്ന് മോഡൽ ഹോട്ടലുകളായിട്ട് കാണുന്നു. വിദേശികൾക്കൊക്കെ ഒന്ന് വലിയ ആകർഷണം തോന്നുന്ന സാഹചര്യം ഇവിടെ ഉണ്ട്. അപ്പം ഈ പ്രത്യേകിച്ച് കേരളത്തിലിപ്പം എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടൽസ് ഉള്ളതും കേരളത്തിലാണ്, ഇന്ത്യയിൽ തന്നെ. അപ്പോൾ ഇനിയും അങ്ങേക്ക് ഹോട്ടൽസൊക്കെ തുടങ്ങാനുള്ള സാഹചര്യം കേരളത്തിലുണ്ട്. ഉടനെ അങ്ങയുടെ ഒരു കാര്യത്തിലൊക്കെ ഒരു വീക്ഷണം. ഈ വർഷം തന്നെ ഒരു പുതിയ ഹോട്ടൽ എവിടെയായിരിക്കും തുടങ്ങുക? തിരുവനന്തപുരത്തായിരിക്കും. പിന്നെ ഒരു കൺവെൻഷൻ സെൻ്റർ. കാര്യം തിരുവനന്തപുരം ഭയങ്കരമായിട്ട് വികസിക്കുക. കൺവെൻഷൻ സെൻ്ററും തുടങ്ങാൻ പോകുന്നുണ്ട്. രണ്ടും ഈ വർഷം തന്നെ പണി തുടങ്ങാനുള്ള ആഗ്രഹമാണ്. ഓക്കെ. അല്ല, കൂടുതൽ അങ്ങ് ഇന്ത്യയിലും അതുപോലെ കേരളത്തിലുമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ഇല്ല, പിന്നെ ബിസിനസ്സിൻ്റെ സാഹചര്യം എവിടെയാണ് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കൂടുതൽ ദീർഘകാലം അതാണ് നോക്കുന്നത്. ഈ നമ്മുടെ ഈ സാധാരണഗതിയിൽ ഇപ്പം മിക്കവാറും പ്രവാസി വ്യവസായികളോടൊക്കെ നമ്മൾ സ്വകാര്യമായിട്ട് സംസാരിക്കുക, അവർ പറയുന്നത് കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ ലേശം പാടാണ്, ഒരുപാട് ഈ ബ്യൂറോക്രസിയും അങ്ങനെയുള്ള തൊഴിൽ സമരങ്ങൾ, അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെടുന്നു? ഗവൺമെൻറ് ആൾവേസ് പോസിറ്റീവാണ്. ഇപ്പം ലോകം മൊത്തം ചേഞ്ച് ചെയ്യുകയാണ്. എന്ത് ബിസിനസ് ഇപ്പം UK ആയാലും ബീഹാറിലായാലും ഇപ്പം ഖത്തറിൽ തന്നെ ആർക്കും 10 വർഷം സ്പോൺസർ ഇല്ലാത്ത വിസ തുടങ്ങി കഴിഞ്ഞു അടുത്ത ആഴ്ച തൊട്ട്. അതുപോലെ അബുദാബിയിൽ ആർക്കും ഈ 10 വർഷം വിസ. അപ്പോൾ മാറ്റങ്ങളുണ്ട് എല്ലാ രാജ്യങ്ങളും. അതുപോലെ യൂറോപ്പ്, ലണ്ടനിലെല്ലാം ഇൻവെസ്റ്റേഴ്സിനെ റിസീവ് ചെയ്യാൻ വേണ്ടി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക. അതനുസരിച്ച് മാറണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ മാറ്റം ഉണ്ടാകും. കേരളത്തിൽ ഈ ബ്യൂറോക്രസിയിൽ ചിലപ്പോൾ കുഴപ്പങ്ങളുണ്ട്, ഉണ്ട്. അതൊരു ഏകജാലക സംവിധാനം എന്നൊക്കെ പറയും. അതെ, ഇല്ല, അവർ മിനിസ്റ്റർ പറയും, ചിലപ്പം സെക്രട്ടറി ചെയ്യും, അടുത്ത ആൾക്കാർ ചെയ്യണമെന്നില്ല. അത് പഴയത് മാറി മരിക്കും. അത് എപ്പോഴും അവർ റിസർച്ച് ചെയ്യുന്നത് എങ്ങനെ നടക്കാതിരിക്കും, അതിന് റിസർച്ച് ചെയ്യാൻ നോ എന്ന് എഴുതിയാൽ പോസിറ്റീവ് മൈൻഡ് വളരെ കുറവാണ്. ലോകം മാറുന്നവർ അറിയുന്നില്ല. അവർക്ക് നിന്ന് പോകണം എങ്കിൽ മാത്രമേ ഉള്ളൂ. എന്തായാലും ശമ്പളം കിട്ടും. റിപ്പോർട്ടിംഗ് സിസ്റ്റം മോശം. അല്ലെങ്കിൽ ഞാൻ മിനിസ്റ്റർ ആണെങ്കിൽ റിപ്പോർട്ട് സിസ്റ്റം എത്ര ആപ്ലിക്കേഷൻ വന്ന് എന്തുകൊണ്ട് നടന്നില്ല, അതിൻ്റെ റിപ്പോർട്ട് ചോദിക്കുക. രാജീവിനൊക്കെ ഒരുപാട് വ്യവസായങ്ങൾ വരണമെന്ന് ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി എത്തിക്കുന്നുണ്ട്. അങ്ങനെ നല്ല മിനിസ്റ്ററാണ്. പക്ഷേ എല്ലാവരും മാറണം. അങ്ങനെ മാത്രം പല ഡിപ്പാർട്ട്മെൻറ്റിലും എൻവയർമെൻറ്റ് ഉണ്ട്, അവരെല്ലാം അപ്രൂവ് ചെയ്യണ്ടേ. ഞാൻ കൂടുതൽ ചോദിക്കാൻ വന്നു, ആരോഗ്യമൊക്കെ എങ്ങനെ? യാതൊരു വിഷയകാരണത്ത് യാതൊരു കുഴപ്പമില്ല. എന്തെങ്കിലും എക്സർസൈസ് കലാപരിപാടികളൊക്കെ ദിവസം ഒരു 45 മിനിറ്റ്സ്. ആവശ്യത്തിന് ഉറങ്ങുമോ? ആവശ്യത്തിന് ഉറങ്ങുന്ന ഒരു 4 to 5 hours. അത്രേ ഉള്ളൂ. അത് മതിയോ ഡോക്ടറെ? അത് മതിയോ? 7 മണിക്ക് 8 മണിക്കൂർ പറയും എന്ന് പറയും ഇവർ ഈ ഡോക്ടേഴ്സ്, അക്കാഡമീഷ്യൻസ്. പക്ഷെ അവർ ഉറങ്ങുന്നില്ല. അവർ ഉറങ്ങത്തില്ല. ഞാൻ ആരോഗ്യത്തിന് കാര്യം ചോദിക്കുന്നത്, ഞാൻ വിചാരിച്ചു മനോഹരമായി ഈ ഹോട്ടൽ സംവിധാനത്തിൽ നമുക്കിനി നടന്ന് സംസാരിച്ചാലോ, എന്തിനെങ്കിലും ആരോഗ്യം നല്ല. അപ്പോൾ നമുക്ക് നടന്നു. ഓക്കെ.
ചേട്ടാ ഇത് സംഭവം? ഇത് ഗസ്റ്റിന് റിസീവ് ചെയ്യാൻ വേണ്ടി ഇത് ഇറക്കുമതി വല്ലതാണോ ഇവിടെ തന്നെ ഉള്ള ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന? അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഹോട്ടല് പ്രവർത്തനം തുടങ്ങിയിട്ട് 50 വർഷമായി. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തുടങ്ങിയതാണ്. തുടങ്ങാൻ കാരണം വെച്ചാൽ അന്ന് ഹോട്ടൽസ് ഒന്നുമില്ല. ഇന്ദിരാഗാന്ധിയുള്ള സമയത്ത് ഈ കേരളത്തിൽ ടൂറിസത്തിന് പ്രസ്ഥാനം തുടങ്ങണമെന്ന് അവർ തീരുമാനിച്ചു. ഒരു പ്രത്യേക ഫ്രഞ്ച് കമ്പനി നിയമിച്ചു. അവർ ഇന്ത്യ മൊത്തം കറങ്ങി ഇവിടാണ് ലാസ്റ്റ് കണ്ടുപിടിച്ചത്. ഓ അത് ശരി, അതറിഞ്ഞുണ്ടോ? അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്ഥലം, സൗന്ദര്യമുള്ള സ്ഥലം എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച ആദ്യത്തെ ഹോട്ടലാണ് ഗവൺമെന്റ്. ഇത് എനിക്കൊന്ന് ഇത് നമ്മുടെ ഈ ഏറ്റവും വലിയ ഇന്റർനാഷണൽ ബീച്ചാണല്ലോ. ബീച്ചാണ്. അതെ. അപ്പൊ ഈ കടലിന്റെ മടിത്തട്ടിൽ ജീവിക്കുന്ന ഒരു ഹോട്ടൽ പോലെ ഉണ്ട്. അതെ, രസമുണ്ട്. അപ്പൊ ഈ 50 കൊല്ലക്കാലത്തേക്ക് അങ്ങ് 50 കൊല്ലമായി ഹോട്ടൽ. 50 കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പൊ ഇതൊക്കെ 50 കൊല്ലം പ്രമാണിച്ചാണോ ചേട്ടാ? ഇതൊക്കെ ഗോൾഡൻ ഇയേഴ്സ് ഓഫ് പവളം. 23 വർഷമായി. 50 വർഷമായി അല്ലേ? ഓക്കെ. അത് എനിക്കൊന്ന് അതിന്റെ ഡിസൈനൊക്കെ ഗംഭീരമായിട്ട് ശംഖിന്റെ മാതൃകയിൽ എനിക്കൊന്ന് ഈ ഹോട്ടലിന്റെ നടത്തിപ്പിലൊക്കെ ഒരു കേരള തനിമ ഉണ്ട്. കുറച്ചുണ്ട്. നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിദേശികളും നോർത്ത് ഇന്ത്യൻ ആൾക്കാരാണ് കൂടുതൽ വരുന്നത്. ഈ ഹോട്ടലിലേക്ക് സാധാരണ ഗസ്റ്റുകൾ നമ്മുടെ ഫോറിൻ ടൂറിസ്റ്റുകളാണോ അതോ ഫോറിൻ ടൂറിസ്റ്റുകളാണ്? പിന്നെ കേരളത്തിന് വെളിയിലുള്ള സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ എന്ന് പറയാം. ചേട്ടാ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, ഈ ലോകത്ത് മിക്കവാറും വലിയ ചെയിനുള്ള ഹോട്ടൽസിലേക്ക് സാധാരണ മലയാളികൾ ഹോട്ടൽ തുടങ്ങിയിട്ട് അങ്ങ് മാറുക ചെയ്യും. അതെ. ഇത് ചേട്ടൻ ആ ചെയിൻ ഇന്റർനാഷണൽ ചെയിനൊന്നും പെടാൻ ശ്രമിച്ചിട്ടില്ല? ഇത് മാത്രം നോക്കി നമ്മുടെ തൈമ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ചെയ്തത്. പലരും വന്നു ഇല്ല, അത് അതിന്റെ ആവശ്യമില്ല. ഇല്ല, നമുക്ക് തന്നെ ഒരു അഡ്രസ് ഉണ്ടാക്കാൻ പറ്റും. അതെ. ഇത് ശരിക്കും നമുക്ക് ചെറിയ പ്ലെയിൻ നമ്മുടെ ഇത്. ഓ അത് ശരി. ഇതൊരു പുതിയ കാറാണ്, പറഞ്ഞിട്ടില്ല. റോഡ് സോഴ്സ് 100 വർഷമായി തുടങ്ങിയിട്ട് അതിനുണ്ടാക്കിയ കാറാണ് അത്. അത് ഈ ലോകത്ത് മൊത്തം 25 പേർക്ക് കൊടുത്തിട്ടുള്ളൂ, ഒന്നമ്മക്ക് കിട്ടിയത്. ഓ ഓക്കെ 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 ഓക്കെ. അല്ല ചേട്ടനെ കുറിച്ച് ഞാൻ വേറൊരു കാര്യം കേട്ടു. ചേട്ടൻ ഈ എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ 100 പേർക്ക് കൊടുത്ത് എന്തോ ഒരു സൗകര്യം ചേട്ടൻ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു? എവിടെ യാത്ര ചെയ്താലും നമുക്ക് അത് ഇന്ത്യയിൽ ലഭിച്ച ആകെ ഉള്ള ചേട്ടനാണോ? എനിക്ക് അറിഞ്ഞോട്ടെ. അല്ല അങ്ങനെയും പറയുന്നുണ്ടായിരുന്നു. എപ്പോഴും ടിക്കറ്റ് റെഡി, എപ്പോഴും സീറ്റ് റെഡി, ഇങ്ങോട്ട് പോകാം. പിന്നെ നല്ല നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, അങ്ങനെ പല കാര്യമുണ്ട്. ഓക്കെ ഓക്കെ. അതിനെന്താ പേര് പറയുന്നത് ശരിക്കും? അവർ പറയുന്നത് പിന്നെ VIP എമിറേറ്റ്സിന്റെ ബെസ്റ്റ് കസ്റ്റമർ അതാണ്. ഈ ഹോട്ടലിന് പുതിയ എന്തെങ്കിലും എക്സ്പാൻഷൻ ആലോചിക്കുന്നുണ്ടോ? പുതിയ ഹോട്ടൽ ഇനി ഇതിവിടെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ ഇത് വാങ്ങാനുള്ള കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ ഈ കടൽ നോക്കി കഴിഞ്ഞാൽ എല്ലാ പ്രയാസങ്ങളും വലിപ്പപ്പെട്ടു കടലെല്ലാം. അതെ, അങ്ങനെയാണ് ഇത് ഈ പ്രശ്നം കിട്ടും. അല്ലെങ്കിൽ ഇത് വാങ്ങില്ല ഒരിക്കലും. എനിക്കൊന്നൊരു മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്തുള്ള ഒരു ഹോട്ടൽ പോലെ ഉണ്ട്, റിലാക്സ്ഡ് ആവും. അപ്പം ഇത് എനിക്കൊന്ന് ഇത് ക്യാപ്റ്റൻ കൃഷ്ണൻ നായരുടെ ഓണർഷിപ്പുള്ള ഹോട്ടലായിരുന്നു അല്ലേ? അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല ഇപ്പോൾ. എന്നാലും അദ്ദേഹം ഒരു വലിയ മനുഷ്യനായിരുന്നു, വലിയൊരു മനസ്സിന്റെ ഉടമയായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു മോഡൽ 60-ാം വയസ്സിൽ ബിസിനസ് ആരംഭിച്ചു. അതെ, ചെറിയ കാര്യമല്ല. അങ്ങനെ ഈ ഹോസ്പിറ്റലിലെ ഒരു സ്പെഷ്യൽ നല്ല മനുഷ്യനാണ്, നല്ല ശുദ്ധഹൃദയ ബിസിനസ്സല്ല, ഒരു നല്ല ഒരു ഹോസ്പിറ്റാലിറ്റിയിലെ ഒരു മനുഷ്യനാണ്. ഓക്കെ. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ അങ്ങ് പൊതുവെ ഈ മിക്കവാറും രാഷ്ട്രീയ നേതാക്കന്മാരോട്ടൊക്കെ നല്ല ബന്ധം അങ്ങ് സൂക്ഷിക്കുന്നു. ഞാനിപ്പം തീർച്ചയായിട്ടും മുഖ്യമന്ത്രി നമ്മൾ ആലോചിക്കണം. പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനോട് എപ്പോഴും അങ്ങ് ഒരു അടുപ്പം കാണിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങ് വി.ഡി. സതീശനെ പോലുള്ള ആൾക്കാരുമായിട്ട് അകന്നു നിൽക്കുന്നുമില്ല. അപ്പോൾ ഇതൊരു ബിസിനസ്സുകാരൻ്റെ ഡിപ്ലോമസിയാണോ അതോ അങ്ങയുടെ പേഴ്സണൽ സിൻസിയറിറ്റി ആണോ? ഈ രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ നമ്മുടെ നാട് ഇല്ല, നടക്കില്ല. അവർ വിചാരിച്ച് നടക്കില്ല. അത് ഈ എൻ്റെ അഭിപ്രായത്തിൽ ഈ കക്ഷി രാഷ്ട്രീയം മറന്ന് കേരളത്തിന് പ്രതിനിധിക്ക് വെച്ചാൽ വലിയ മാറ്റം ഉണ്ടാകും. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം പോകണം. അല്ല അങ്ങ് തോന്നുന്നുണ്ടോ സമീപഭാവിയിൽ അത് കേരളത്തിൽ സാധ്യമാണെന്ന്? ഇമ്പോസിബിൾ. എന്തുകൊണ്ടായിരിക്കാം? അത് സാഹചര്യം മാറിക്കൊണ്ടിരിക്കും. പൊളിറ്റിക്സിലെ ആൾക്കാരുടെ പുതിയ തലമുറയ്ക്കുള്ള ആ മനസ്സ് നല്ല മാറ്റമുണ്ട്. എനിക്കൊന്ന് മനോഹരമായ കടൽ തൊട്ടടുത്തുണ്ട്. എനിക്കൊന്ന് ഈ ഇത് നമ്മൾ ഈ ഹോട്ടലിൽ ഇരുന്നാൽ പാദം നനയുന്നത് കടലിലായിരിക്കും. നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഷിപ്പിൽ പോകുന്നുള്ളൂ. മാത്രമല്ല ഈ തെങ്ങിൻ തലപ്പുകളും അതിനിടയിലൂടെ കടലും. അപ്പൊ അങ്ങ് പറഞ്ഞ കാര്യം കടലിനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് നിന്ന് കംപ്ലീറ്റ് മറക്കും. ഏട്ടാ കോവിലിൽ നിന്നൊരു എഴുത്തുകാരൻ നമുക്കുണ്ടായിരുന്നു, അദ്ദേഹം നേവിയിലായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ കപ്പലിലൊക്കെ ഇങ്ങനെ പോകുമ്പം കടൽ കണ്ടാൽ കടലിനകത്ത് എടുത്തിയാടി നമുക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നതാണ്. കാര്യം കടൽ അത്ര രീതി നമ്മളെ മാടി വിളിക്കും.
കടൽ ചേട്ടനെ എങ്ങനെ സ്വാധീനിക്കുന്നു? എനിക്ക് ഈ വലിയ കംപ്ലീറ്റ് പറക്കും 1 hour എന്ന് ഇരുന്നാൽ നമ്മൾ മൊത്തം ഫ്രഷ് ആവും. നോക്കിക്കൊണ്ടേ ഇരിക്കുക തിര വരുമ്പം. അപ്പം കഴിഞ്ഞാൽ കാണിച്ചു എങ്ങനെ തിര വരുമ്പോൾ എല്ലാം മറക്കും. ഓക്കെ ഓക്കെ. അതാണ് അതിൻ്റെ അത് വാങ്ങാൻ ഈ ഹോട്ടൽ വാങ്ങാനുള്ള കാരണം അതാണ്. അതാണല്ലേ, എല്ലാം വാങ്ങില്ല. ഇപ്പം എത്ര കൊടുത്താലും ഇത് വാങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ പറയുന്നുണ്ട് ഇപ്പം. അപ്പോൾ വില പേശലൊന്നും ഉണ്ടായില്ല? ഇല്ല, അല്ല, ഞാനൊരു മനസ്സിൽ ഉദ്ദേശിച്ചു, ആ വില കൊടുത്തു വാങ്ങി. ഓക്കെ, അവർ ഹാപ്പി, നമ്മൾ ഹാപ്പി. അവർ ഒരു പ്രതീക്ഷയില്ല അത്രയും വില ഞാൻ സമ്മതിക്കും എന്നുള്ളത്. ആണോ? അത് കറക്റ്റാണ്. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഹോട്ടലിലേക്ക് വരുന്ന ഗസ്റ്റുകളെ ഏറ്റവും ആകർഷിക്കുന്ന കടൽ തന്നെയായിരിക്കും. 100%. ആണല്ലേ? ഈ ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യമാണ്. എനിക്ക് തോന്നുന്നു അങ്ങയുടെ പ്രോപ്പർട്ടികളിൽ, ഹോട്ടലിൽ പ്രോപ്പർട്ടിയിൽ ഏറ്റവും നല്ല പ്രോപ്പർട്ടി ഇത് തന്നെയാണ്. ഇതല്ലേ? അതെ. അപ്പോൾ പക്ഷെ കൊല്ലവും വളം നല്ലതാണ്. എനിക്കൊന്ന് അഷ്ടമുടിക്കായലല്ലേ അതും ഒരു മണിക്കൂർ വെള്ളത്തിൽ അനന്തർ ഫീൽഡാണ്. ഓക്കെ. ഒരു കൊല്ലക്കാരെന്നുള്ളതിലെ അങ്ങേക്ക് ഏറ്റവും ഹൃദയം കൊണ്ട് ആ ഹോട്ടലും വലിയ മാറ്റം. വെള്ളത്തെ യാത്രയാണ്, ബോട്ടിലല്ല. അപ്പോൾ ആ മാറ്റം അറിയാത്തുള്ളൂ. എന്താണ് ഒരു കൊല്ലക്കാരനെ തനിമ നിലനിർത്താൻ പറ്റുന്നുള്ളൂ അലച്ചിലിനിടയിൽ? നോക്കുന്നുണ്ടല്ലോ. അപ്പം ഈ കൊല്ലം കണ്ടവന് ഇല്ല വേണ്ട എന്നാണല്ലോ പറയുക. അപ്പം അങ്ങ് തിരിച്ചാണ്. ഈ വിദേശത്തൊക്കെ പോയാലും അങ്ങ് ഇടയ്ക്കിടയ്ക്ക് അങ്ങയുടെ നാട്ടിലേക്ക് ഓടി വരുന്നതും അവിടുത്തെ ചില സംരംഭങ്ങളിൽ ഏർപ്പെടുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. ഈ കൊല്ലം അങ്ങയുടെ ഇപ്പം അങ്ങ് ഇപ്പോൾ ബഹറിലോ സൗദി അറേബ്യയിലോ ഖത്തറിലോ നിൽക്കുമ്പോൾ കൊല്ലത്തുകാരനാണ് എന്ന് പറയുമ്പോൾ അങ്ങയുടെ മനസ്സിൽ ഓടിയെത്തുന്ന സന്തോഷമാണ്. കൊല്ലം പറയും, കൊല്ലക്കാരനാണെന്ന് പറയും. 100% സന്തോഷമുള്ള കാര്യമാണ്. ഈ അങ്ങയുടെ കുടുംബത്തിൽ ഇപ്പം ഒരുപാട് ആൾക്കാർ അങ്ങയുടെ കുടുംബത്തിൽ പുറത്തോട്ട് അറിയപ്പെടുന്ന ആൾക്കാരുണ്ട്. ചാറുനാരായണപിള്ള പോലെ കുറേ ആൾക്കാരുണ്ടല്ലോ. അതിൽ അങ്ങേക്കൊരു മോഡലാക്കാൻ പറ്റിയ ആളാരായിരുന്നു? ആരുമില്ല. ഒറ്റയ്ക്കൊരു പാഠപുസ്തകം ഞാൻ മാത്രം എൻ്റെ പാഠപുസ്തകം, ഒരാളുമില്ല. ആരെ അനുകരിച്ചിട്ടില്ല? അല്ല, ഈ അനുകർത്താക്കളോടുള്ള ഒരു ആദരവ് ഉണ്ടോ? അതോ ഇല്ല? നമ്മൾ തന്നെ നോക്കുക, നമ്മൾ തന്നെ പഠിക്കുക നമ്മളെ പറ്റി. എങ്ങനെ നടക്കുള്ളൂ. വലിയ പഴയ കാലം ഇപ്പോഴും വലിയ മാറ്റമില്ലേ? ഡോക്ടർ രവി പിള്ളയുടെ ഏറ്റവും വലിയ നേട്ടം എന്താ ബിസിനസ്സിനപ്പുറം? കഴിയുന്നത്ര ആൾക്കാരെ സഹായിക്കാൻ പറ്റി, അതാണ് ഏറ്റവും വലിയ നേട്ടം. ചെയ്യാൻ പറ്റി. പിന്നെ ഇഷ്ടം പോലെ ഫാമിലീസിനെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അത് ഏറ്റവും മിനിമം മില്യൺസ് ഓഫ് ആൾക്കാരുടെ ജീവിത സ്റ്റൈലിൽ, ഫാമിലി സ്റ്റൈലിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റി. ഒരു ഗൾഫുകാരൻ ഗൾഫിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ മിനിമം 5 പേരെ രക്ഷപ്പെടുത്തും. അതാണ് പ്രത്യേകത. ഈ അങ്ങ് ചിലപ്പോഴൊക്കെ നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് നന്മകളൊക്കെ ചെയ്യാനും ആൾക്കാരെ സഹായിക്കാനൊക്കെ ശ്രമിക്കും. ചില സെറ്റ് ബാക്കുകൾ നമുക്കുണ്ടാവും, ചില അനുഭവങ്ങൾ, അതൊക്കെ ചിലപ്പം നമ്മുടെ മനസ്സിനെ നോവിച്ചെന്ന് വരും. ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഇതിൻ്റെയൊക്കെ ആവശ്യം നമുക്കുണ്ടോ എന്നൊക്കെ ആലോചിക്കുന്ന സമയങ്ങളുണ്ടാകും. അപ്പോൾ അവിടെയൊക്കെ വരുമ്പോൾ അങ്ങ് മനസ്സിനെ ഒലയ്ക്കാതെ പിടിച്ചിരുന്ന് എന്താലോചിച്ചു? ഞാനൊരു ഈശ്വര ഭക്തനാണ്. എന്നെ സഹായിക്കാൻ ഈശ്വരശക്തി എന്നുള്ള ഒറ്റ ധാരണയാണ്. അതിലാണ് എല്ലാ ദിവസവും മിനിമം ഒരു അരമണിക്കൂർ പ്രാർത്ഥന ജോലി തുടങ്ങുള്ളൂ. ഈ ബിസിനസ്സിനപ്പുറം അങ്ങേക്ക് താല്പര്യമുള്ള മേഖല എന്തോ ആണ്? അപ്പം അങ്ങനെ സ്വകാര്യ നിമിഷം, വായന അല്ലെങ്കിൽ സിനിമ? സിനിമ എല്ലാ ദിവസവും സമയമുണ്ടെങ്കിൽ ഒരു പടം, രാത്രി ഇവിടുത്തെ സൗദിത്തെ 10 മണി കഴിഞ്ഞൊരു പടം കാണും. സമയമുണ്ടെങ്കിൽ സിനിമ ആണ്. ഈ മോഹൻലാലിന് എങ്ങനെയാണ് ചങ്ങാത്തം കിട്ടിയത്? വലിയ അടുപ്പമൊന്നും കിട്ടും? വളരെ അടുപ്പമാണ്. ഒരു ബ്രദർലി അഫക്ഷനാണ്. വളരെ നേരത്തെ ഉണ്ട്. അതിപ്പോഴും ബന്ധമുണ്ട്? ഇപ്പോഴും ഉണ്ട് ബന്ധമുണ്ട്. മമ്മൂട്ടിയോടോ? മമ്മൂട്ടിയോടും ഉണ്ട്. രണ്ടുപേരും? അതെ. മോഹൻലാൽ ഡിപ്ലോമാറ്റിക് എക്സർസൈസ് ആണോ? അല്ലല്ലേ, അതിനകത്ത് ഡിപ്ലോമസി ഒന്നും ഇല്ല അല്ലേ? ചേട്ടാ, ഈ നമ്മുടെ കേരളത്തിലൊരു പുതിയ ജനറേഷൻ വളർന്നു വരുന്നു. അവർ ഒരുപാട് പുതിയ സംരംഭങ്ങളിലേക്ക് മാറുന്നു. മാത്രമല്ല ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലുള്ളത് തന്നെ കേരളത്തിലാണെന്നാണ് പറയുന്നത്. അപ്പം ഈ പുതിയ സംരംഭകരൊക്കെ സഹായം തേടി വന്നാൽ അങ്ങയുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണ് പൊതുവെ? അവരെ ഹെൽപ്പ് ചെയ്യൂ, അവരെ ഉപദേശിക്കൂ? ചില ഹെൽപ്പും ചെയ്യാറുണ്ട്. ഈ റിട്ടേൺ പ്രതീക്ഷിച്ചല്ല, ഒരു റിട്ടേൺ പ്രതീക്ഷിക്കുന്നില്ല അല്ലേ? ചെയ്യുന്നുണ്ട്. കേരളത്തിലേക്ക് നോക്കുമ്പോൾ അങ്ങ് വളരെ ഈ നാട് രക്ഷപ്പെടുകയാണ് എന്ന് തോന്നുന്നത് ഏത് മേഖലയിലാണ്? ഇപ്പം മാറ്റമുണ്ട്. ഇപ്പം തന്നെ ഹൈവേയിൽ വലിയ മാറ്റമുണ്ട്, ഭയങ്കര മാറ്റമുണ്ട്. അതാണ് മെയിൻ. ഈ നാടിൻ്റെ വളർച്ചയിൽ പുതിയ ജനറേഷൻ കടന്നു വരണമല്ലോ. അതെ. അപ്പോൾ അങ്ങ് ഒരു പ്രതീക്ഷയിൽ തന്നെയാണോ? കേരളം വളരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് കൂടുതൽ ജോലി ചെയ്യണം, ബിസിനസ് ചെയ്യണം. ജോലിക്ക് പോകാനല്ല, ബിസിനസ് ചെയ്യണം, പൈസ ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹമാണ്, ഒരു കോമ്പറ്റീഷനുണ്ട്.
അങ്ങ് അവിടെ വെച്ചൊരു കാറിനെ കുറിച്ച് എന്നോട് പറഞ്ഞല്ലോ. ആ കാറാണോ ഈ കാർ? ഇല്ല ഈ കാറിന്റെ പ്രത്യേകത എന്താ? ഇത് സാധാരണ ഏറ്റവും സൂപ്പർ കാറാണ്. ഈ കാറിലെ ഏറ്റവും നല്ല റോഡ് സോഴ്സ് ആണ്. അതാണ് ഇത്. ഇപ്പോൾ ഉള്ളത് പുതിയ കാറെന്ന് വെച്ചാൽ ഈ കമ്പനി തുടങ്ങിയിട്ട് 100 വർഷമായി. ഈ 100 വർഷമായിട്ട് ലോകത്തെ 25 പേർക്ക് ഒരു കാറ് പ്രത്യേക എഡിഷൻ. 25 പേർക്ക് ലോകത്ത് മൊത്തം. ഓ അത് ശരി. അങ്ങനെ അവർ എന്നെ സെലക്ട് ചെയ്തു ഒരു കാർ. എന്തായിരുന്നു അതിന്റെ മാനദണ്ഡം? ഡോക്ടർ പിള്ള എന്ന് പറയുന്ന RP ഗ്രൂപ്പിന്റെ ചെയർമാനെ സെലക്ട് ഞാൻ ഈ കാറ് തുടങ്ങുമ്പോൾ ഒരു 15 വർഷം മുമ്പ് ഒരേ സമയത്ത് 4 കാറ് ബുക്ക് ചെയ്ത ഞാനാണ്. 4 കാർ ബുക്ക് ചെയ്തു? ഒരു ഇന്ത്യക്കാരൻ. ഒരു സ്വകാര്യം ചോദിച്ചിട്ടേട്ടാ, ഇത് വാടക കൊടുക്കും? ഒരു സൗജന്യം കൊടുക്കും, ട്രിപ്പായിട്ട് കൊടുക്കും. മോൻ്റെ കല്യാണത്തിന് പറഞ്ഞാൽ മതി ഒരു കാര്യം. അതല്ലേ, മോൻ്റെ കല്യാണം നടക്കട്ടെ കേട്ടോ. പിള്ളേർക്കും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അതൊരു പുതിയ ഡെവലപ്മെന്റ് ആയിട്ടാ കേരളത്തിൽ. അതായത് ലോകത്തെ എല്ലാവരും എന്തിനാ കല്യാണം കഴിക്കുന്നത്? അവർക്ക് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പ്രയാസം കൊണ്ടാ. അതല്ലേ. എത്ര വയസ്സ് കല്യാണം കഴിച്ചു? ഞാൻ കഴിച്ചു 35 വയസ്സായി അല്ലേ? അന്നത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് വൈകി. അല്ല, അതിന് കാരണമുണ്ട്. ഒരു സമയം ഈ പണ്ട് ഒരു ബിസിനസ്സുകാരന് പെൺകുട്ടി കൊടുക്കത്തില്ല. കിട്ടില്ല. ഞാൻ നടന്നില്ല. പക്ഷെ അങ്ങനെയാണ്. കാരണം പറയാം, പയ്യൻ എന്തോ ജോലി ബിസിനസ്സുകാരാണെന്ന് പറഞ്ഞാൽ ആരും കൊടുക്കില്ല. വലിയ പ്രയാസമാണ്. അല്ല, അതേ സമയത്ത് നമ്മുടെ മാനേജര് പോയി കഴിഞ്ഞാൽ അവന് ഇഷ്ടംപോലെ പെണ്ണ് കിട്ടും. നമുക്ക് കിട്ടത്തില്ല, നമ്മുടെ മാനേജർക്ക് കിട്ടും. അതാണ് പ്രത്യേകത. ഞാനൊരു സാങ്കല്പിക ചോദ്യം ചോദിക്കുന്നത്, പണ്ടത്തരം ആൾക്കാർക്ക് തോന്നില്ല. ഒരു ഡോക്ടർ രവി പിള്ള എന്ന് പറയുന്ന ഈ മനുഷ്യൻ ബിസിനസ്സുകാരനായില്ലായിരുന്നെങ്കിൽ ആരാകുമായിരുന്നു? അറിഞ്ഞുകൂടെ, ഒരു കർഷകനായിരിക്കും. കൃഷിക്കാരനല്ലേ? ചവറയിലൊരു കൃഷിക്കാരൻ. നല്ല മാറ്റമില്ല. അവിടെ ഈ കാളപൂട്ടുമൊക്കെ അറിയായിരുന്നു ചേട്ടന്? എല്ലാവരുടെയും അറിയാം. കാളപൂട്ടാം, കള്ളവണ്ടി അടിക്കാം, ഈ കിളകാൻ, ഈ ഞാറ് പറിക്കാൻ, ഞാറ് നടാൻ എല്ലാം അറിയാം. ഈ കേരളത്തിലെ ആളുകളെ ചേട്ടാ, ഈ ചേട്ടാ അറിയാമല്ലോ, എല്ലാ സാധനവും നമ്മൾ പുറത്ത് സംസ്ഥാനത്ത് നിന്ന് വരിക. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലൊരു വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ഒരു സാധനവും കാണത്തില്ല. മലക്കറിയും എല്ലാ സാധനവും ഇവിടെ നിന്ന് വരിക. അതേസമയം സ്ഥലമുള്ളവർ പോലും കൃഷി ചെയ്യുന്നത്, കൃഷി ഒരു നഷ്ടക്കച്ചവടമായിട്ടാണ് ആൾക്കാർ പറയുന്നത്. അതേസമയം ഈ വളം അടിച്ചു കയറ്റിയിട്ടുള്ള സാധനങ്ങൾ കഴിച്ച് നമ്മുടെ തലമുറയ്ക്ക് അകാലത്തിലെ അസുഖം വന്ന് പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ ചേട്ടൻ അതിനെക്കുറിച്ച് എന്താ പറയുക? കൃഷിയിടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ചെയ്യുന്നുണ്ട്. എന്നെ കരുനാഗപ്പള്ളി ഒരു 30 ഏക്കർ സ്ഥലമുണ്ട്. ഫാമാണോ? ഫാമല്ല, നമ്മൾ തന്നെ പല കൃഷി. എന്തൊക്കെയാ അവിടുത്തെ? പച്ചക്കറികളെല്ലാം ഉണ്ട്. കശുവണ്ടി, ആട്, പശു എല്ലാം ഉണ്ട്. അത് സന്തോഷമാണ്. ഇപ്പം ലാഭത്തിനുണ്ടില്ല. ഈ നമ്മുടെ ഈ ഹോട്ടലിലെല്ലാം ഉപയോഗിക്കുന്ന അവിടുത്തെ പാല് തന്നെയാണ്. അത് കൊല്ലത്ത് ഉപയോഗിക്കും. പിന്നെ പച്ചക്കറികളെല്ലാം നമ്മുടെ ഉപയോഗിക്കുന്ന നമ്മുടെ ശുദ്ധമായ ആ പച്ചക്കറി മാത്രമേ. നമ്മൾ ഈ വളം ഉപയോഗിക്കുന്ന രാസവളത്തിന്റെ ഇല്ല, എല്ലാം ഇത് മാത്രം. ഈ കൃഷിയിൽ നിന്ന് ഒരു ജനറേഷൻ മാറി നിൽക്കുക. കാര്യം മാത്രമല്ല, ഇപ്പം ചേട്ടാ ഈ പുതിയ കാലത്തിൽ കുട്ടികൾ അടുക്കള കയറി ഭക്ഷണം ഉണ്ടാക്കത്തില്ല. അതാണ് പെണ്ണും ഉണ്ടാക്കത്തില്ല. അവരെല്ലാം സ്വിഗ്ഗി അങ്ങനെ വിളിച്ചു പറയും, അങ്ങനെ കഴിക്കുക. അപ്പോൾ ചേട്ടൻ ഇത്രയും ഹോട്ടലിൽ നടത്തുന്ന ആളാണ്. നല്ല ഭക്ഷണം കഴിക്കാൻ പലപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് ഭാഗ്യം കിട്ടുന്നില്ലെന്നാണ് സത്യം. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ കൂടുതൽ ഡോക്ടർമാർ പറയുന്നു. ഈ കോവിഡിന് ശേഷം കണ്ട ഒരു വലിയ പ്രതിഭാസം, വെളുപ്പിന് 3 മണിക്കായാലും തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. ഈ ചേട്ടൻ അങ്ങനെ തട്ടുകട ഭക്ഷണമൊക്കെ ജീവിതത്തിൽ എപ്പോഴും കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല. അതിന്റെ ടേസ്റ്റ് ഇതുവരെ എടുത്തിട്ടില്ല. അത് ഈ വയറിന് പൊരുത്തപ്പെടാൻ പറ്റത്തില്ലെന്നുള്ളതാണ്. സമയമില്ലാഞ്ഞിട്ട് ഈ ഓരോ മിനിറ്റും സമയം നോക്കിയാ യാത്ര ചെയ്യുന്നത്. ഈ ചേട്ടൻ ഒരു ടൈം ഷെഡ്യൂളിംഗ്, ചേട്ടൻ ഈ ഇന്ന് ഇന്തോനേഷ്യയിലാണെങ്കിൽ നാളെ മലേഷ്യയിലാണെന്നുള്ള ഈ നടക്കുന്ന ആളാണ്. അപ്പൊ ഈ ടൈം ഷെഡ്യൂളിംഗ് എങ്ങനെയാണ്? അത് നിർബന്ധമായി ടൈം കീപ്പ് ചെയ്യും. എനിക്ക് കുറച്ച് നല്ല. ഇപ്പം ഞാൻ സമയകൃത്യത പാലിക്കും. 10 മണിക്ക് ടൈം പറഞ്ഞ മീറ്റിംഗ് 10 മണിക്ക് എത്തിയിരിക്കും. ഒരു 2 മിനിറ്റ് മുമ്പ്. കേരളത്തിൽ വരുമ്പോൾ പാടുവിടുമല്ലോ. എന്നാൽ തന്നെ അതനുസരിച്ച്. അല്ല ചേട്ടനല്ല, മറ്റുള്ളൊരു സമയത്ത് വരത്തില്ല. വന്നില്ലെങ്കിൽ നടക്കത്തില്ല. കേരളത്തിൽ പണ്ട് നടക്കുന്നത് ഈ കല്യാണം ടൈം മാത്രമേ ഉള്ളായിരുന്നു, കറക്റ്റ് ടൈം. കല്യാണം കൃത്യം. പക്ഷെ ഇപ്പം ഈ CM മാറ്റം ഉണ്ടായിട്ടുണ്ട്. CM സമയം പറഞ്ഞാൽ ആ സമയത്ത് വന്നില്ല, അതേ അവിടെ കാണത്തില്ല. അത്രേ ഉള്ളൂ. അപ്പൊ ഈ സമയബോധം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇമ്പോർട്ടൻ്റ്. നമുക്ക് മാത്രമല്ല, നമ്മളെ കാണാൻ വരുന്ന ആക്കും ഇമ്പോർട്ടൻ്റ് അല്ലേ? പല കാര്യങ്ങളും കഴിഞ്ഞാൽ നമ്മളെ കാണാൻ വരുന്നത്. ഈ പല ആൾക്കാരും സമയമില്ലെന്ന് പറയും. തീരെ സമയമില്ല, ബിസിയടെ എന്ന് പറയും. അവരെ കുറിച്ച് എന്താ പറയുക? കാരണം ചേട്ടൻ ഇത്രയും സംരംഭങ്ങൾ ലോകത്ത് നടത്തുന്നു. എല്ലാവർക്കും സമയമുണ്ടല്ലോ. സമയമുണ്ട്. ഷെഡ്യൂൾ ചെയ്യുന്നതിൽ പ്രശ്നമാണ്. പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത സമയം ഉണ്ടാവും ഉറപ്പായിട്ട്. ഈ ഞാൻ പറയാം, ഇത്രയും കാലത്ത് ഈ 50 കൊല്ലക്കാലത്തെ ബിസിനസ് ലോകം ചേട്ടനിലെ വ്യക്തി എങ്ങനെയാണ് മോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത്?
അത് ചേട്ടൻ കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയ ഒരു വിഷണറി ആണോ? അത് എല്ലാം വരുന്നിടത്ത് വരട്ടെ, കാണാം. പറ്റത്തില്ല. നമ്മുടെ പിന്നിൽ 1-2 ലക്ഷം ആൾക്കാരുണ്ട്, നമ്മുടെ ഫാമിലി ഉണ്ട്, അതെല്ലാം നോക്കണ്ടേ? കൃത്യമായിട്ട് ശമ്പളം എല്ലാ മാസവും ദിവസം ശമ്പളം കൊടുക്കണം. മറ്റെല്ലാം അപ്പം അത് വളരെ ശ്രദ്ധയായിട്ട് നിങ്ങൾ നടക്കുകയുള്ളൂ. ഒന്ന് പോയാൽ തീർന്നു. മനസ്സിലായി. അതൊരു ഏതെങ്കിലും ഒരിടത്തൊന്ന് ഫെയിലായി നമ്മൾ ഫെയിലായി. ഈ ചേട്ടന് ജീവിതത്തിലൊരു പാഠം പഠിക്കാൻ പറ്റിയ ഒരു സെറ്റ് ബാക്ക് ഈ ബിസിനസ്സിൽ എപ്പോഴേലും ഉണ്ടായോ? ഈ ബിസിനസ് പറ്റി ശരിക്കും പഠിച്ച ജാപ്പനീസിനാണ്. അവർ ഒരിക്കലും ജപ്പാൻകാർ അവിടെ നിന്നാണ് ഒരുപാട് പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ കള്ളം പറയാതെ ഉണ്ടല്ലോ പണ്ട് നമ്മളാൾക്കാർ. ഈ ജാപ്പാനീസ് നമ്മളെ പറ്റി പഠിക്കണമെങ്കിൽ അവൾ ചിലപ്പം എൻ്റെ അനുഭവം പറഞ്ഞു. ഞാൻ ആദ്യം ജപ്പാനീസായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത മറ്റ് മെയിൻ ആൾക്കാരെല്ലാം കണ്ട് പഠിച്ച് അവരെല്ലാം എഴുതി വെക്കും. എന്നിട്ട് എന്നെ കാണാൻ വന്നു. എന്നിട്ട് എന്നെ കണ്ടിട്ട് അവർ ഉറങ്ങിയിരിക്കും. നമ്മൾ എന്ത് പാവാ വന്നിട്ട് നമ്മളെപ്പറ്റി ഓരോന്ന് ചോദിക്കും, എല്ലാം എഴുതിയെടുക്കും. എന്നിട്ടേ അവർ ഡിസൈഡ് ചെയ്യും നമ്മളെ വിശ്വസിക്കാൻ പറ്റുന്നോ അല്ലയോ. ശരി. ഈ ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ പല രാജ്യക്കാരെയും കണ്ടപ്പം ഈ ചൈനക്കാരാണോ ജപ്പാൻകാരാണോ അധ്വാനികൾ? ജപ്പാനുകൾ. അല്ല, അവരുടെ നമ്മുടെ മോഡൽ ചെയ്യാൻ പറ്റുന്നത്, കേരളീയർക്ക് മോഡൽ ചെയ്യാൻ പറ്റുന്ന എന്ത് ക്വാളിറ്റിയാണ് ചേട്ടൻ എടുത്ത് പറയുക? അതെ, ജപ്പാനുകൾ. ജപ്പാൻകാരുടെ അവർ ഒരിക്കലും കള്ളം പറയില്ല. കള്ളം പറയത്തില്ല. നമ്മൾ മലയാളം എങ്ങനെ കേട്ടാ ഞാൻ ഗൾഫുകാരനാണ്. നമ്മൾ നാട്ടുകാരനല്ല. ഓക്കെ. ജപ്പാൻകാരുടെ കാര്യം പറഞ്ഞാൽ പിന്നെ ആരും പ്രതിഷേധിക്കുന്നില്ല. നമ്മൾ പലതും പഠിക്കാനുണ്ട് ജപ്പാനിൽ നിന്ന്. വേറെ അത് കഴിഞ്ഞ് കൊറിയൻസും നന്നായിട്ടുണ്ട്. അത് കഴിഞ്ഞ അവിടെ നിന്നാണ് ഈ ചൈനീസ് പഠിച്ചത്. ചേട്ടനിപ്പോൾ ഈ സ്ഥാപനങ്ങളുള്ള വിദേശ രാജ്യങ്ങൾ എവിടെയൊക്കെയാണ്? ഖത്തറുണ്ട്. പിന്നെ UK ഉണ്ട്. ഖത്തർ, സൗദി, അബുദാബി, ദുബായ്, UK. അപ്പം ഞാനിപ്പം അടുത്ത ഈ വർഷം തന്നെ ഏറ്റവും ഒരു 300 ഫ്ലാറ്റുള്ള വലിയ ഏറ്റവും പുതിയ രീതിയിലൊരു ബിൽഡിംഗ് പണിയാൻ പോവാണ്. എവിടെയത്? ദുബായിൽ. അതെ, എല്ലാം പെർമിഷൻ കിട്ടിക്കഴിഞ്ഞു. അത് ദുബായിൽ എവിടെയായിട്ട് വരും? ദുബായിലെ ബിസിനസ് വേയിൽ. അത് ചേട്ടൻ അവിടുത്തെ റിയൽ എസ്റ്റേറ്റിലേക്ക് കടക്കാൻ കാരണം നമ്മുടെ ശോഭ ഡെവലപ്പേഴ്സ് ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടല്ലോ. ഇത് പണ്ട് 20 വർഷം മുമ്പ് അവിടുത്തെ റൂളർ എനിക്ക് തന്ന. 3 വർഷത്തിന് മുമ്പ്? 20 വർഷം മുമ്പ്. ഇപ്പോഴാണ് പണിയാൻ തോന്നുന്നത്. ഇനി ഞാൻ റൂളർ കാര്യം പറയുമ്പോഴേട്ടാ, ഈ ഗൾഫ് നാടുകളിലെ ഭരണാധികാരികളുമായിട്ട് അങ്ങേക്ക് നല്ലൊരു ചങ്ങാത്തം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൊതുവെ ഇന്ത്യൻ ബിസിനസ്സുകാരോട് അവർക്കുള്ള, പ്രത്യേകിച്ച് അവർ ഒരുപാട് വളർന്നിട്ടുണ്ടല്ലോ ഇന്ത്യൻ ബിസിനസ്സുകാർ. അപ്പോൾ അവർക്ക് പൊതുവെയുള്ളൊരു അപ്രോച്ച് എങ്ങനെ? കാരണം നമ്മളെക്കാൾ വളരുന്നു അങ്ങനെയൊക്കെയുള്ള ഫീലിംഗ്. അവർ എല്ലാവരെയും ഉയർത്തണം എന്നുള്ളതാണ് അവരുടെ. ആണല്ലേ? ബിസിനസ്സിൽ എത്തിക്സ് ഉണ്ട് അവർക്ക്. 100% പ്രോമിസ് ഞാൻ ചെയ്തിരിക്കും. 100%. അപ്പം നമ്മൾ ഒരു അപേക്ഷ ചെയ്താൽ, ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രസിഡന്റ് ഡിപ്പാർട്ട്മെന്റ് അവർ പറയും ഇന്ന അപ്പോൾ അടുത്ത ഒരാഴ്ചയ്ക്ക് അവർ ഡേറ്റ് തരും. ഇന്നും കുഴപ്പമാണ് എഴുതി, ഇന്നൊന്നും നടക്കുന്നില്ല. അതപ്പോൾ കറക്റ്റായിട്ട് നടന്നിരിക്കും. ചേട്ടാ, ഈ കടലിൻ്റെ സൗന്ദര്യം മൊത്തമായിട്ട് ആസ്വദിക്കാൻ നമുക്ക് ഇവിടെ ഇരുന്നാൽ പറ്റും. ഇത് ഇങ്ങനെ ഒരു ബെഞ്ചും കടലിൻ്റെ മടിത്തട്ടി ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കും. ഇത് നേരത്തെ ഉണ്ടായിരുന്നോ അതോ? ഇത് നമ്മുടെ പ്രയാസങ്ങൾ മാറ്റുന്ന ഇടാണ്. ഞാൻ ഒറ്റയ്ക്കൊക്കെ ഇവിടെ വന്നിരിക്കും. ഇത് വാങ്ങാനുള്ള കാരണം ഈ 10-20 വർഷം 15 വർഷം മുമ്പ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ടെൻഷൻ ഉണ്ടോ എല്ലാം വൈപ്പായിട്ട് ഒരു ഫ്രഷ് എനർജി ഉണ്ടാവും. അതാണ് എനിക്ക് തോന്നുന്നു. ഈ കടലിൽ കുളിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ ഈ ഇത് മീൻ പിടിക്കാനുള്ള വള്ളങ്ങളാണോ? അതെ, ഫിഷാണ്. ഇതാണ് മാർക്കറ്റിൽ നമ്മൾ കഴിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ? നമ്മൾ ശരിക്കും ചേട്ടാ, ഈ നമ്മൾ ഈ ഹോട്ടൽ ശൃംഖലയൊക്കെ വ്യാപിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഇവർക്കെല്ലാം നമ്മൾ എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും എല്ലാവർക്കും ആഹാരം, പൈസ, ബോണസ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും. ഞാൻ ചേട്ടനത് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം നമ്മുടെ ഞാനൊക്കെ ഒരു തിയറി വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ,
നമുക്കടിക്കുന്ന ടാക്സ് ഗവൺമെൻറ് മണിയാണ്. അതെ. നമ്മൾ സർക്കാരിൻ്റെ മണി നമ്മൾ പിടിച്ചു വെക്കേണ്ട കാര്യമില്ല. ഇല്ല. പക്ഷേ പൊതുവേ ബിസിനസ്സുകാരോട് സംസാരിക്കുമ്പോഴേ മൊത്തം ഇത്രയും സൂപ്പർ ടാക്സ് ഉള്ള സ്ഥലത്ത് 42-45% ടാക്സൊക്കെ കൊടുത്ത് കച്ചവടം നടത്തിയാൽ എങ്ങും എത്തത്തില്ല എന്നൊരു ധാരണയുണ്ട്. ഇപ്പം ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഈ ടാക്സിനോടും നികുതി കൊടുക്കുന്നതിനുള്ള അങ്ങയുടെ നിലപാടെന്താ? ഞാൻ എൻ്റെ അക്കൗണ്ടിൽ പറയാം, ടാക്സ് കറക്റ്റ് ആസ് പെർ ദ ഗവൺമെൻറ് റൂൾ കൊടുത്തിരിക്കണം. ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അതിനകത്തുള്ള ലാഭം വേണ്ട, ഒന്നും വേണ്ട. ഇന്ന് നമ്മൾ പിടിച്ച് നാളെ പിടിച്ചിരിക്കും. ഈ അക്കൗണ്ട് നമ്മുടെ സ്വന്തം ആളായിരിക്കും. ഓക്കെ, നമ്മൾ അറിയാതെ അവനല്ലേ നമ്മൾ പോയിട്ട് കൊടുക്കും. എന്നാലും കാരണം ഞാൻ പറഞ്ഞു വിട്ടിട്ട് 10 വർഷം കഴിഞ്ഞിട്ട് അവൻ പറയാം ഇന്ന ചെയ്തിട്ടുണ്ട്, നമ്മുടെ ജീവിതം പോലും പോയി. അല്ല, അതുകൊണ്ട് അതിന് പകരം ഒരിക്കലും ഗവൺമെൻറ് കൊടുക്കാനുള്ള പൈസ ഗവൺമെൻറ് കൊടുക്കുക. ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ കള്ളപ്പണ ഓപ്പറേഷൻസ് നടന്നിട്ടില്ല. അതിൻ്റെ നമ്മൾ നേരെ വരിയിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ കള്ളപ്പണം. ഓക്കെ. അല്ല, ഈ നമ്മുടെ ഈ ബിസിനസ് രംഗത്തേക്കൊക്കെ വരുന്ന ആൾക്കാർ ഈ കുറുക്കു വഴിയെക്കുറിച്ച് അവർക്ക് വലിയ താല്പര്യമാണ്. അതെ, കുറച്ച് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, ഇപ്പോൾ അത് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ഈ ഡിജിറ്റൽ ലോകത്ത് പറ്റുമോ ചേട്ടാ? ഒളിച്ചു നോക്കാൻ പറ്റുമോ? ചിലപ്പോൾ, പക്ഷെ ഒരിക്കൽ പിടിച്ചിരിക്കും. കുറച്ച് വൈകുന്നുള്ളേ ഉള്ളൂ. പിടിച്ചിരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ. മാത്രമല്ല, ശിക്ഷകൾ കൂടുതൽ കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. ഒരുപാട് പേര് പിടിക്കും. നമ്മൾ കിട്ടുന്ന ടാക്സ് കൊടുക്കുക എടുക്കില്ല. ഓക്കെ. അപ്പോൾ ഒരുപാട് ടാക്സ് ഇന്ത്യ കൊടുക്കുന്നുണ്ടാവുമല്ലോ? കൊടുക്കുന്നുണ്ട്. അതെ, നമ്മൾ പല പല പ്രസ്ഥാനങ്ങളുണ്ട്. പുറത്തെ ടാക്സൊക്കെ എല്ലാം കൊടുത്തേ പറ്റൂ. ഇപ്പം കൊടുത്തു കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞ് 10 വർഷം നമ്മൾ കണക്ക് ചോദിക്കാറുണ്ട്, ഇതെങ്ങനെയാണ്. ഈ നമ്മൾ ചേട്ടൻ പറഞ്ഞല്ലോ, ഈ മീൻ പിടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ. അതായത് നമ്മുടെ വിദേശ നാട്ടുകളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് നമ്മുടെ ഭക്ഷണം ഇഷ്ടപ്പെട്ടു തുടങ്ങിയവർ, നമ്മുടെ എരിവും പുളിയും ഒക്കെ അവർ ആസ്വദിച്ചു തുടങ്ങി. കുറച്ച് ആൾക്കാർ. ശരിയാണോ അത്? കുറച്ച് ആൾക്കാർ. സായിപ്പന്മാർക്ക് ഈ എരിവ് വളരെ കുറവാണ്. ചില ആൾക്കാർ ഇഷ്ടമാണ്. ഇവിടുത്തെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ അവിയൽ ഇന്റർനാഷണൽ ആണല്ലോ നമ്മുടെ. അതെ, ഈ മറ്റു ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഫിഷാണ് മെയിൻ. ഫിഷാണ് ഏറ്റവും ഇഷ്ടം. ഈ ചക്കയും ചീനി അങ്ങനെ ഇഷ്ടമാണ്. ചക്കയൊക്കെ ഇഷ്ടമാണ്, ചീനി ഇഷ്ടമാണ്. ഓക്കെ. അല്ല, ഈ നമ്മുടെ ഇങ്ങനെയുള്ള കൃഷി ഉൽപ്പന്നങ്ങളെ പരിപോഷിപ്പിക്കാൻ ചേട്ടൻ എന്തെങ്കിലും മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എന്നെ കരുനാഗപ്പള്ളി ഒരു സ്ഥലത്ത് 30 ഏക്കർ നേരത്തെ പറഞ്ഞു. നല്ല അത് നന്നായി നടക്കുന്നു. ഇവിടെ തൊട്ടടുത്ത് കന്യാകുമാരി എന്ന് പറയുന്നതിന് ഇപ്പുറം അവിടെ നമുക്കൊരു 20 ഏക്കർ നല്ല സ്ഥലമുണ്ട്. നല്ല മണ്ണാണ്. അവിടെ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. ഒരുപാട് സഞ്ചരിക്കുന്ന ആളാണല്ലോ. അതെ. അപ്പം നമ്മൾ ചില ആൾക്കാർ പറയും സഞ്ചരിക്കുന്നവരുടെ മനസ്സ് വലിപ്പത്തിലാകും, വിശാലമാകും. അപ്പോൾ ഈ ചവറയിലെ രവിപിള്ളയ്ക്ക്, അല്ലെങ്കിൽ ചവറയിലെ കുട്ടിയായ രവി വലിയ മനുഷ്യനായി ഇങ്ങനെ നാട് ഒട്ടുക്ക് സഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴേ ഈ ഡോക്ടർ ബി രവിപിള്ളയായി മാറി. അപ്പോൾ ഇതിനിടയിൽ മനസ്സിനുണ്ടായ വലിപ്പം എന്തോ? കുറച്ച് ലോകം പഠിക്കാൻ പറ്റി. നമ്മളൊരു രാജ്യത്ത് പോകുമ്പോൾ ആ രാജ്യത്തെ സംസ്കാരം പഠിക്കാൻ പറ്റൂ. അത് നമ്മൾ പഠിക്കണം. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ സംസ്കാരവും ആചാരവും പഠിക്കണം. എങ്കിലേ നമ്മൾ മാറ്റം ഉണ്ടാകുള്ളൂ. ഇപ്പം യൂറോപ്പിലെ സംസ്കാരമല്ല ജപ്പാനിലോ കൊറിയയിലുള്ളത്, അതല്ല അമേരിക്കയിലുള്ളത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. കിടന്നാൽ ഉടൻ ഉറക്കം വരുന്ന ആളാണോ? ഇല്ല, ചിന്തിച്ചിട്ട് ഉറക്കം പോകുന്ന പരിപാടി വല്ലതും ചെയ്യത്തില്ല അല്ലേ? അല്ല, അങ്ങ് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ജീവിതത്തിൽ പാലിക്കുന്ന ക്രമം എന്താണ്? അത് അവർ പറയുന്നത് 1 മണിക്കൂർ മുമ്പ് TV, മൊബൈൽ ഫോൺ ഓഫ് ചെയ്യുക. ടി വി കാണാറുണ്ട്. ന്യൂസ് അല്ല, ഈ ഏറ്റവും കൂടുതൽ മാറ്റുന്ന വെച്ചാൽ ഈ മെഡിസിൻ വെച്ചാൽ എല്ലാം മറക്കുന്നത് ഫിലിം കാണുമ്പോഴാണ്. അതെ, ഈ ഗൾഫിലെ നമ്മുടെ നടികളെയൊക്കെ എയർപോർട്ടിലൊക്കെ വെച്ച് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ എല്ലാം കുറച്ച് മനസ്സിലാവും. മിക്കവാറും എല്ലാവരും അറിയാം. ഇപ്പോൾ എല്ലാം പുതിയ ആൾക്കാരെ അറിയത്തില്ല. ഓക്കെ. ചേട്ടൻ ഈ സ്കൂളിൽ പഠിക്കുന്ന നല്ല നാടകവിനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങേക്ക് ഒരു സ്കൂൾ കാലയളവിൽ, ഹൈസ്കൂൾ കാലയളവിലോ അല്ലെങ്കിൽ കോളേജ് കാലഘട്ടത്തിലോ DB കോളേജിലാണോ ശാസ്താംകോട്ടയിലാണ് പഠിച്ചത്? അപ്പം ശാസ്താംകോട്ട ശരിക്കും പുറത്തോട്ട് അറിയുന്ന ഒന്ന് ശാസ്താംകോട്ട കുരങ്ങിൻ്റെ കാര്യത്തിലും കായലിൻ്റെ കാര്യത്തിലും ഇല്ലേ? അപ്പോൾ ഇപ്പം കുരങ്ങിനൊക്കെ ബുദ്ധിമുട്ടാന്ന് പറയുന്നത് അവിടെ ഇഷ്ടമുണ്ട്. കുരങ്ങുണ്ട്, അല്ലെ? കുരങ്ങിന് ജീവിക്കാനേ ഭയങ്കര ചേട്ടാ അതിലൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുരങ്ങിന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ശാസ്താംകോട്ടയിൽ കോളേജിൽ DB കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ തന്നെ അങ്ങേ ആകർഷിച്ച അധ്യാപകനാരായിരുന്നു, അല്ല അധ്യാപിക ആരായിരുന്നു? ഉണ്ടായിരുന്നു. പിന്നെ പ്രസാദ് സാറന്മാരാണ്. പ്രസാദ് കോമേഴ്സിൻ്റെ. പിന്നെ അന്ന് ശിവശങ്കർ പിള്ള ഒരു നാടകൃത്തം ഉണ്ടായിരുന്നു. ജി ശങ്കർ പിള്ള സാർ, അത് പുള്ളിയുടെ ആയിരുന്നു. പിന്നെ എൻ്റെ അടുത്ത സുഹൃത്ത് മുരളി, ഒരു സിനിമ നടൻ മുരളി, അടുത്ത സുഹൃത്തായിരുന്നു ആ സമയത്ത്. ഓക്കെ. ശങ്കരപ്പിള്ള സാറ് കല്യാണമൊന്നും കഴിച്ചില്ല? ഇല്ല, മരിച്ചുപോയി. എന്നാലും അദ്ദേഹത്തിൻ്റെ നാടകം നമ്മുടെ നാടകരോഗത്ത് ഒരുപാട് മാറ്റം വരുത്തിയ ആളാണ്. ഈ എഴുത്തുകാരുമായിട്ടൊക്കെ ഒരു ബന്ധം ഉണ്ടായിട്ട്. അല്ല, ഈ ഏറ്റവും കൂടുതൽ അധ്യാപകർ എൻ്റെ കോളേജ് പഠിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ കുട്ടികളിലായിരുന്നു, അധ്യാപകരായിരുന്നു. ഓക്കെ. ചേട്ടൻ എന്താ ഈ കാലത്തിന് മുമ്പേ ഈ പ്രായമായവരോട് ചങ്ങാത്തം വയ്ക്കുന്നത്? എന്തോ എനിക്കറിയില്ല, അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ ഈ അന്ന് ഗവൺമെൻറ് ചിട്ടികളൊക്കെ ഉണ്ട്. പൈസ ചിട്ടി നമ്മൾ
ജാമ്യം വേണം. ഈ ഉദ്യോഗസ്ഥരാണെങ്കിൽ ജാമ്യം ഈസിയാണ്, അതൊരു കാര്യമാണ്. Yes. പിന്നെ അവർക്ക് പൈസ ആവശ്യമുള്ളപ്പോൾ ലോണായിട്ട് അവർ കൊടുക്കാറുണ്ട്. മനസ്സിലായി. അങ്ങനെ അതുണ്ട് ഒരു ബന്ധം. ഡോക്ടർ ഈ പിള്ളേക്ക് വയസ്സാകുന്നുണ്ടോ? എനിക്ക് വയസ്സാകുന്ന വയസ്സ് കുറഞ്ഞു വരികയാണ്. കുറഞ്ഞു വരിക. ഇപ്പോൾ ആ ചെറുപ്പം നിലനിർത്താൻ തിരക്ക് കൂട്ടിയതാണോ അതോ ശരീരക്രമത്തിൻ്റെയാണോ? ശരീരക്രമത്തിൻ്റെ ആണ്. മനസ്സിനോ പ്രായമായി? മനസ്സ് പ്രായമായിട്ടില്ല. ആയിട്ടില്ല. എങ്ങായിട്ട് തന്നെ എങ്ങ് മനസ്സുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നത്. ഓക്കെ, സന്തോഷമാണ് ഒരു രീതി പറഞ്ഞത്. ഇതുവരെ ജീവിതത്തിൽ വളരെ സന്തോഷമാണ്. എൻ്റെ കാരണം വെച്ചാൽ ഞാൻ മനസ്സറിഞ്ഞ് ആരെയും പ്രയാസപ്പെടുത്തിയിട്ടില്ല. ഉണ്ടാക്കിയ പൈസ എല്ലാം വളരെ ഹാർഡ് വർക്ക് ചെയ്ത പൈസയാണ്. ഓക്കെ, അത് നമുക്ക് ആരുടെ മുമ്പിലും പറയാൻ പറ്റും. അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. ഇപ്പം എനിക്കൊരു ശത്രുത എന്ന് പറഞ്ഞ ആളില്ല. നമ്മളെടുക്കുന്നില്ല. ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ടായിരിക്കും, പക്ഷേ എനിക്കറിയില്ല. ഉണ്ടെന്നുള്ള സംശയമില്ല. അല്ല അങ്ങനെ. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഉണ്ടായി. കാരണം വെച്ചാൽ പറയുന്നത് ശരിയാണോ എന്ന് അറിയില്ല. ഞാൻ ഇവിടെ വരാറില്ല. ഈ അടുത്ത കാലത്ത് ഒരു ജോലിസ്യം വന്ന് നോക്കിയിട്ട് അവിടെ എല്ലാം കുഴിച്ചു നോക്കി. ഇപ്പം ഈ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യല്ലോ, കുഴിച്ചിട്ട് മുട്ടയ്ക്കകത്തൊക്കെ എഴുതി കുഴിച്ചിട്ട് പലയിടത്തും വെച്ചു എടുത്തു. അത്രേ ഉള്ളൂ. ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അങ്ങയുടെ ജാതകമൊക്കെ എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. ജാതകത്തിൽ പറയുന്നത് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? 95% എൻ്റെ ജാതകത്തിൽ നടന്നോ? അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യവസായമുണ്ട്. നമ്മുടെ ജീവിതം കടലിനപ്പുറമാണ്. പഠിച്ചാറ് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ എടുത്ത് കാണിച്ച കംപ്ലീറ്റ് എഴുതിയിട്ടുണ്ട്. എനിക്ക് 2 അവാർഡ് കിട്ടും. അത് ലേഡിയിൽ നിന്നായിരിക്കും. അതൊക്കെ എല്ലാം കറക്റ്റായിട്ട് അന്നൊരു ഡോക്ടർ എഴുതിയാണ് നാഗരൂരിലുള്ള. നല്ല കറുതീർന്ന വിശ്വാസിയാണെന്ന് തോന്നുന്നു. ഞാൻ ഈശ്വര വിശ്വാസിയാണ്. എവിടെയാണ് സ്ഥിരമായിട്ട്? ഗുരുവായൂർ, തിരുപ്പതി, പിന്നെ മാഹിം പള്ളിയുണ്ട്, പിന്നെ മുസ്ലിം പള്ളി. അവിടെ പോകും. അതിനകത്ത് ജാതിയൊന്നും ഇല്ല. മാഹിം പള്ളി എന്നും പറ്റില്ല. ബോംബെ പോകുമ്പോൾ ഈ എന്തുകൊണ്ട് ഈശ്വരനെ വിശ്വസിക്കുന്നു? നമുക്ക് നിങ്ങളുടെ കള്ളം പറഞ്ഞാൽ നമ്മൾ ഈശ്വരനെ നോക്കാൻ പറ്റും. അപ്പോൾ ഒരു പേടിയുള്ള ഒരാൾ വേണം. അതാ ഈശ്വരൻ. പേടിപ്പിക്കാൻ ഈശ്വര സാന്നിധ്യം വേണം. അപ്പം നമ്മളടുക്ക് തെറ്റ് പറയാൻ പറ്റില്ല, പ്രോമിസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈശ്വരൻ എന്തോ വിചാരിക്കും. ഈ കൈ നിറയെ പൈസ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു കാലം ഉണ്ടല്ലോ. അതെ, ജീവിതത്തിൽ അത്യാവശ്യം തട്ടിമുട്ടി മുന്നോട്ട് പോവുക, കുറച്ച് ദരിദ്രമൊക്കെ ഉണ്ട്. ആ ഒരു കാലം ചേട്ടൻ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? ഇപ്പോഴും ഓർമ്മയുണ്ട്. എനിക്കറിയാം, പണ്ട് ഞാൻ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു 10 രൂപ വേണമായിരുന്നു. ഇന്ത്യൻ 10 രൂപ. എന്താ കാരണം വെച്ചാൽ അന്ന് ഈ പാസ്പോർട്ട് എടുക്കണമെങ്കിൽ MP ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കിട്ടും. ഒരു പണ്ട് അന്ന്. അപ്പം ട്രിവാൻഡ്രത്ത് പോകാൻ വേണ്ടി അന്ന് MM ഗോവിന്ദരാണെന്ന് തോന്നുന്നു MP ട്രിവാൻഡ്രത്ത്. ഒരാൾ 10 രൂപ വെച്ചപ്പോൾ തന്നില്ല. അയാളെ പിന്നെ കണ്ടുകൊണ്ട് അപ്പോൾ സഹായിക്കുന്നുണ്ട്. അറിയാമോ? അയാൾക്കറിയത്തില്ല, എനിക്കറിയാം. മറക്കില്ല. എങ്ങനെ ഒരിക്കലും മറക്കില്ല. പക്ഷെ അയാൾ അറിയാതെ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും ഇഷ്ടം പോലെ സഹായിക്കുന്നുണ്ട് കുടുംബത്തെ. പക്ഷേ നമ്മുടെ മനസ്സിലുണ്ട്. ചേട്ടാ, ചിലപ്പോൾ ഈ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ മറന്നുപോകും. ഈ അനുഭവിച്ച ആൾ ഒരിക്കലും മറക്കില്ല. നമ്മൾ മരണം വരെ മറക്കില്ല. അതാണ് ജീവിതം. ഈ നമ്മൾ ചേട്ടാ ഈ സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ അനുഭവിച്ച് കടന്നു വന്ന ഒരു 1/4 പകുതി നമുക്കുണ്ട്. അതെ. ആ 1/4 പകുതി നമ്മുടെ ജീവിതത്തിലെ കുറച്ചുകൂടെ ആളുകളെ സഹായിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട്. ചേട്ടൻ്റെ ബോഡിയൊക്കെ സ്ട്രോങ് ആണെന്നല്ലേ പറഞ്ഞു? വളരെ സ്ട്രോങ്. ഇവരും നടന്നല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ്. ചേട്ടാ, എന്നോടൊരു നമ്മുടെ ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ വെച്ചിട്ട് ഒരു മാലയുടെ കാര്യം പറഞ്ഞു. അതെ. ആ മാല ഈ കടലുമായിട്ട് എന്തെങ്കിലും ബന്ധം? ഇതിൽ നിന്നാണ് മുത്തെടുത്താണ്. ഇവിടുത്തെ കടലിലെ മുത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വിദേശികളൊക്കെ വന്നുമ്പോൾ ഇത് അണിയിക്കുമ്പോൾ അവരുടെ ഒരു ഫീലിംഗ് എങ്ങനെയാണ്? അത് ഓരോരുത്തർക്ക് അന്വേഷിച്ചാൽ ചിലർക്ക് വിശ്വാസമുണ്ട്. നടന്നാലോ ചേട്ടാ അങ്ങോട്ട്? ഓക്കെ. ചേട്ടാ, ഈ ഒരുപാട് VVIPകളൊക്കെ ഇവിടെ വരാറുണ്ട്. അതെ. ഷാരൂഖ് ഖാൻ വന്നിട്ടുണ്ടോ? ഷാരൂഖ് ഖാൻ വന്നിട്ടില്ല. കൊല്ലത്ത് എങ്ങനെ ഹോട്ടൽ വന്നിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് തെണ്ടുൽക്കർ എത്തിയിട്ടുണ്ട്. എല്ലാ ക്രിക്കറ്റ് ആൾക്കാരും വന്ന് ഇവിടെ താമസിക്കാറുണ്ട് എല്ലാ വർഷവും. സച്ചിൻ ഇഷ്ടപ്പെട്ട ഹോട്ടലാണോ? ഇഷ്ടപ്പെട്ട ഹോട്ടലാണ്. ഇവിടുത്തെ ഇവിടെ വന്ന് നിൽക്കുമെന്ന് പറഞ്ഞു ഈ സ്പോട്ടിൽ. അത് ഇവിടെ ലോക്കലായി ഇവിടുന്ന് ആഹാരം കഴിക്കുന്നില്ല, ഇവിടെ നിന്നുണ്ടാണ്. ആണോ? വേറെ ഡിസ്റ്റൻസ് ഇവിടെ ടൈം മൊത്തം സ്പെൻഡ് ചെയ്യുന്ന ഇവിടെ. ഓ, ശരി. കൂടുതൽ സമയം ഇവിടെ കാണും. ചേട്ടൻ കുറച്ച് ഇമോഷണൽ ആണോ ജീവിതത്തിൽ പെട്ടെന്ന്? ചിലപ്പോൾ ആണല്ലേ? അതെ. ഓക്കെ. എനിക്കൊന്ന് ഈ സ്ഥലം ആണ് ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അല്ലേ? നമ്മൾ കാണാൻ പോകുന്നത് കടലും. അതെ.
പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഈ കടലിൽ നിന്ന് തിര വരുന്ന ഒരു മത്സരമാണ് തിര തമ്മിൽ. അത് രസമാണ്. തിരകൾ മത്സരിക്കുന്ന ആരും ഉപയോഗിക്കുന്നില്ല, എല്ലാം. അതാണ് നമ്മളൊരു പടമാണ്. അതല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ കടലിന്റെ നടുവിൽ പെട്ട ഒരു ഫീലാണ്. അതെ, ഇത് ഷിപ്പിനകത്ത് യാത്ര ചെയ്യുന്ന തോന്നുന്നു. പരപ്പുറം കടൽ, അതാണ് എൻ്റെ പ്രത്യേകത. ഓക്കെ, എനിക്ക് നമുക്ക് വേണമെങ്കിൽ കടൽ കാണാൻ വേണ്ടി അല്പസമയം ഇവിടെ ഇരിക്കാം. ഓക്കെ അല്ലേ? അതെ, ഒരു സുഖമുള്ള നല്ല അറ്റ്മോസ്ഫിയറുമാണ്. പോസിറ്റീവ് തിങ്കിങ്ങും വരും. മനസ്സിൽ ഒരുപാട് ഓർമ്മകളുടെ കടൽ അടിക്കും. അതെ, തീർച്ചയായിട്ടും എല്ലാം മറക്കും. ചേട്ടാ ഇരിക്കാം. ഞങ്ങൾ രക്ഷപ്പെട്ടത് ഈ കടൽ കടന്നിട്ടാണ്. ആണോ? ഈ കടല് ജീവിതത്തിൽ ഒരു സിമ്പിൾ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഈ കടൽ ഇല്ലായിരുന്നെങ്കിൽ അവിടെ ആയനെ അല്ലേ? ചേട്ടാ, നമ്മൾ സംസാരിച്ചപ്പോൾ പ്രവാസികളെ കുറിച്ച് കൂടുതൽ സംസാരിച്ചു. എനിക്ക് തോന്നുന്നത് പ്രവാസികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇന്ത്യയിൽ. കാര്യം പ്രവാസികൾക്ക് വോട്ടവകാശമില്ല. ചേട്ടനാണെങ്കിൽ പ്രവാസികൾക്കിടയിൽ ജീവിക്കുന്ന ഒരാളാണ്. പ്രവാസികൾക്കിടയിൽ ജീവിക്കുന്നു, അവരുമായിട്ട് സംവദിക്കുന്നു, അവരുടെ ഇടയിൽ തൊഴിലെടുക്കുന്നു, അവരുടെ എല്ലാ ശ്വാസനിശ്വാസങ്ങളും ചേട്ടൻ അറിയാം. അപ്പോൾ ഈ പ്രവാസികളുടെ മെയിൻ ഇഷ്യൂ എന്തായി? ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്. പ്രവാസികളുടെ മെയിൻ വെച്ചാൽ അവർക്കൊരു നാട്ടിലൊരു ഇഷ്യൂ ഉണ്ടായാൽ പെട്ടെന്ന് സഹായിക്കണം. അതെ, ഈ റവന്യൂ ആയാലും പോലീസ് ആയാലും, അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. പിന്നെ ഹോസ്പിറ്റൽ. ഓക്കെ, ഈ മൂന്നെണ്ണമാണ്. അവരുടെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതാണ്. അത് സന്തോഷമായാലും അവർ ഹാപ്പിയാവും. പക്ഷെ അവരെ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഗൾഫിൽ ചെയ്യുന്നത്. അവരെ നോക്കാൻ നമ്മുടെ അയൽവാസികളും ഗവൺമെൻറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്കത് അവരുടെ സേഫ്റ്റി, അവരുടെ വീട്ടിൻ്റെ സേഫ്റ്റി. ഇപ്പം ഈ പോലീസ് അങ്ങനെ ആ സേഫ്റ്റി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അപ്പം തന്നെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിന് ഒരു സപ്പോർട്ട് കൊടുക്കണം. അതാണ് മെയിൻ ഒരു പ്രൊട്ടക്ഷൻ. മനസ്സിലായി? അത് പോലീസ്, അത് റവന്യൂ അല്ലാതെ ഈ കൈകടത്താനുള്ള വസ്തു ഒന്നും കൈകടത്താനുള്ള മാറ്റം ഉണ്ടാക്കാൻ പാടില്ല. ഈ കൊല്ലം ഉപാസന ചേട്ടൻ ഓൺ ചെയ്യുന്ന ആശുപത്രിയാണ്. ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ ആ ആശുപത്രി കോവിഡ് രോഗികൾക്കായിട്ട് തുറന്നു കൊടുത്തു. നല്ല കാര്യമായിരുന്നു. ഞാനതൊക്കെ ന്യൂസിലൊക്കെ കണ്ട് ശ്രദ്ധിച്ചു. അത് അപ്പോൾ ഈ കേരളത്തിലെ യഥാർത്ഥത്തിലുണ്ടല്ലോ ചേട്ടാ, ഇപ്പോൾ ഇഷ്ടം പോലെ ഹോസ്പിറ്റൽസ് ഉണ്ട്. എന്നാൽ ഈ പ്രവാസികൾക്ക് ഒരു അല്പം പരിഗണന കിട്ടുന്ന ഇത്ര ആശുപത്രി ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. അപ്പം ചേട്ടൻ എനിക്കൊന്ന് ഈ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചേട്ടൻ വളരെ സജീവമാണ്. അതുപോലെ ഇപ്പോൾ ഈ ആതുര സേവന രംഗത്ത് ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? അത് അസുഖങ്ങളാണ് എപ്പോഴും ഏത് സമയത്തും വരും. അതെ, അത് ക്ഷണിക്കാത്ത അതിഥിയാണ് ഈ അസുഖങ്ങൾ. അതിനുള്ള പ്രൊട്ടക്ഷൻ നല്ല ഹോസ്പിറ്റൽ വേണം. അത് ഈ എല്ലാവർക്കും സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് നോക്കുന്നത്. മനസ്സിലായി? അങ്ങനെയുള്ള ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ രോഗികളവിടെ പോവുള്ളൂ. പക്ഷേ ഗൾഫിലൊക്കെ നല്ല ഹോസ്പിറ്റലൊക്കെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. ആ കണ്ടീഷൻ നോക്കും. എന്നോട് സംസാരിക്കുമ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത്, അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പം വിദേശത്തേക്ക് ഒരുപാട് യങ്സ്റ്റേഴ്സ് കയറി പോകുന്നു. അതെ, പലരും പഠിക്കാനായിട്ട് പോകുന്നവരാണ്, പലരും തിരിച്ചു വരുന്നില്ല. പിന്നെ ചേട്ടൻ അറിയുന്ന പോലെ ജോലി തേടി പോകുന്നവരുണ്ട്. പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെ വീടുകൾ അടഞ്ഞിടക്കുക, താമസിക്കാൻ ആളില്ല. അതേസമയം പ്രായമായവരാണ് അവിടെ എല്ലാം, അയോധ്യരാണ്. അപ്പോൾ ഈ അവർക്കും അതും ഒരു പ്രശ്നമാണ് കേരളത്തിൻ്റെ. ഭാവിയിൽ ഉണ്ടാവും വലിയ പ്രശ്നം. എല്ലാ താലൂക്കിലും ഈ വയോജനങ്ങളെ അധിവസിപ്പിക്കാനുള്ള സ്ഥലം വേണ്ടി വരും. വൃദ്ധസ്ഥാനം ഉണ്ടാക്കിയേ പറ്റൂ. കാരണം അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. കാരണം വെച്ചല്ലേ, ഇപ്പം ഇവിടെ വൃദ്ധസ്ഥാനം ഇപ്പം ജപ്പാനിലും കൊറിയയിലും എല്ലായിടത്തും ഉണ്ട്. യങ് ജനറേഷന് കല്യാണം കഴിക്കണം, സ്വന്തമായിട്ട് ജീവിക്കണം, സ്വന്തം സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, അപ്പോൾ അവർ കല്യാണം, അപ്പം ആ ജനറേഷൻ ഗ്യാപ്പ് വളരെ കൂടുതൽ ലോകത്ത് മൊത്തം ഉണ്ടാവും. അതനുസരിച്ച് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഉണ്ടാവും. ഈ ചേട്ടൻ ഈ മറ്റുള്ള നാടുകളിലൊക്കെ പോകുമ്പോഴേ കേരളത്തിലെ ആൾക്കാരുടെ ജീവിതം മീഡിയ വഴി അല്ലാതൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ അങ്ങ് കാലത്തിനപ്പുറം ഹെഡായി പോകുന്നു തോന്നലുണ്ടോ? ഇപ്പോൾ നമ്മൾ ഈ മൊബൈൽ വന്നു, ഇപ്പോൾ നമ്മൾ ഈ കോവിഡ് കാലമായപ്പോൾ എല്ലാവർക്കും സ്മാർട്ട് ഫോണൊക്കെ കിട്ടിയപ്പോൾ 16 മണിക്കൂറൊക്കെ ഫോണിൻ്റെ അകത്ത് കഴിയുന്ന ആൾക്കാർ. കാരണം ആൾക്കാർക്ക് അവർ തന്നെ തൊഴിലുള്ളവരും തൊഴിലില്ലാത്തവരാവുക. അതിനെക്കുറിച്ചൊക്കെ അങ്ങനെ ഒരു ജീവിതമൊക്കെ ചേട്ടനെ ശ്രദ്ധിച്ചിട്ടുണ്ട്? അതെ, ഇപ്പം ഈ ഫോൺ ഉണ്ടായതുകൊണ്ട് ദോഷങ്ങൾ വെച്ചാൽ ഇപ്പം ഈ സ്വന്തം കാര്യത്തൊക്കെ ശ്രദ്ധിക്കുന്ന ഈ ഫോണിലാണ്. മനസ്സിലായി? ഈ സ്വന്തമായിട്ട് ചിന്തിച്ചെങ്കിൽ അവൻ്റെ ജീവിതത്തെ പറ്റിയോ നാട്ടിനെ പറ്റിയോ ഒരു ഇതുണ്ടാകത്തുള്ളൂ. ഈ ഫോണിലായി കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ശ്രദ്ധയിലാണ്. അതൊരു വലിയ മാറ്റമാണ്. അപ്പോൾ ഞങ്ങളുടെ കമ്പനി സൗദിയിലാണെങ്കിൽ ഞാൻ പറയാം, ലേഡീസൊക്കെ ആണെങ്കിൽ ലേഡീസ് കൂടുതൽ ഇഷ്ടമല്ലോ, അവർ ഈ ഓഫീസ് ടൈമിൽ ഫോൺ ഉപയോഗിക്കത്തേ ഇല്ല, സൈലൻ്റ് ഇട്ടിടും. എപ്പോൾ ബ്രേക്ക് ആവുന്നപ്പോഴേ നോക്കുകയുള്ളൂ. അത് നല്ല സിസ്റ്റമാണ്. പക്ഷെ ഇവിടെ നടക്കുന്നില്ല. അത് ടൈമിംഗ് ഉണ്ടാക്കണം നിർബന്ധമായിട്ട്. അതെ, പിന്നെ തീർച്ചയായിട്ടും ഇത്രയും മണിക്കൂറൊക്കെ അവർ ഫോൺ മാത്രമല്ല ഈ ഫോൺ വഴിയുള്ള സൂയിസൈഡും കൊടുത്തു കേട്ടോ. സൂയിസൈഡും ഇത് കംപ്ലീറ്റ് ഇൻ്റർനെറ്റിലാണ് നമ്മുടെ ലൈഫ്. അതാണ് അഡ്വൈസ് ചെയ്യുന്നത്. അത് കേട്ടിട്ട് പോയി ചെയ്യും. ഇത്രയും മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന ഒരാൾ ഇതൊക്കെ അത്ഭുതമായിരിക്കും. അതെ, യഥാർത്ഥ ഫ്രണ്ട്സ് ഇല്ല അവിടെ ഫ്രണ്ട്സ് ഇതിലാണ്.
അപ്പോൾ ഞാൻ ചേട്ടൻ ഈ സൗദി അറേബ്യയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അവിടെ സൗദി ഭയങ്കരമായിട്ട് മാറുകയാണല്ലോ. ഭയങ്കര മാറ്റമുണ്ട്. എനിക്ക് തോന്നുന്നു ചേട്ടൻ 70-77 അവിടെ ചെന്ന് ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ അവിടെ സൗദിയിൽ ബിസിനസ്, ഇപ്പോഴും അവിടെ ബിസിനസ് ചെയ്യും. എനിക്ക് തോന്നുന്നു ചേട്ടൻ ഓയിൽ ഫീൽഡിലും ഒക്കെ ഉണ്ടല്ലോ, ഓയിലിൽ എനർജി എല്ലാ ഫീൽഡിലും ചേട്ടൻ കൈവച്ചിട്ടുണ്ട്. അവിടെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഞാൻ അതിനെക്കുറിച്ചല്ല ചോദിക്കുന്നത്. ഇപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഒരു നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചേഞ്ചസ് ഉണ്ടാവുക. അപ്പം ഈ ആ മാറ്റങ്ങൾ ഒരുപക്ഷെ ഒരാൾക്ക് ഒരു 10 കൊല്ലത്തിനും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത മാറ്റങ്ങൾ വലിയ മാറ്റം. എന്താണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ അവിടുത്തെ ഭരണാധികാരിക്ക് പുതിയ ഭരണാധികാരി വന്നിട്ടുള്ള മാറ്റമായത്. അതും പാണെങ്കിൽ തന്നെ റിലീജിയസ് വളരെ ഇതായിരുന്നു. നമ്മുടെ ഏത് ലേഡീസ് പോയാലും മുഖം മറച്ചേ പോകാൻ പറ്റുള്ളൂ. അതിന് മറച്ചില്ലെങ്കിൽ ഈ റിലീജിയസ് പോലീസുണ്ട് പള്ളിയെടുത്ത്, അവർ അടിക്കും. അന്ന് അടിക്കും. സ്ത്രീ അടിക്കും, ഭർത്താവിനെയും ഇത് പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആൾക്കാർ സൗദിയിൽ പോകാൻ അന്ന് പ്രയാസമുണ്ടായത്. ഇപ്പം അതൊക്കെ മാറി മസ്റ്റ് മോഡേണായി. ഗൾഫ് ദുബായ് പോലെ ആകാൻ ശ്രമിക്കുകയാണ്. ഏറ്റവും നല്ല സൂപ്പർമായ റോഡ്, നല്ല ഹോട്ടൽസ്, കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡ്, അതെല്ലാം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം ഫിലിം വരെ ഉണ്ട്. ദുബായ് യഥാർത്ഥത്തിൽ ഒരു ചെറിയ സ്ഥലം, എന്നാൽ ലോകത്തെ ഏറ്റവും അട്രാക്ട് ചെയ്യുന്നൊരു പട്ടണമായിട്ടും എവിടെ യുദ്ധം ഉണ്ടായാലും അവിടുത്തെ ആൾക്കാർ അങ്ങോട്ട് ചേക്കേറുന്നു. അങ്ങനെ സംഭവിക്കും. അതേപോലെ ഒരു സ്ഥലമായി മാറാൻ സൗദി ശ്രമിക്കുകയാണോ അതോ? അവർ ശ്രമിക്കുകയാണ്. അവർ ഓരോ ഗൾഫ് രാജ്യങ്ങളും യൂറോപ്പും മത്സരമാണ് വിദേശികളെ ആകർഷിക്കാൻ വേണ്ടി. ഇപ്പം തന്നെ ഖത്തർ ഒരു സ്പോൺസർ വേണ്ട, 10 വർഷം പോയി താമസിക്കാം, ജോലി ചെയ്യാം. സൗദിയിലും 10 വർഷത്തെ വിസ കൊടുക്കണം. നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ്, ഗോൾഡൻ വിസ. അതുപോലെ ഇപ്പോൾ സൗദിയിലും തുടങ്ങി എല്ലാ ഗൾഫ് രാജ്യങ്ങളും മത്സരമാണ്. നേരത്തെ അങ്ങനെയല്ല, ഒരു വിസ കിട്ടാനും പ്രയാസമാണ്. ഇപ്പോൾ എല്ലാവർക്കും ഇതിലായി. ഇപ്പം ആദ്യ കാലത്ത് ഈ മുസ്ലിംസ് മാത്രമേ പ്രവേശമുള്ളായിരുന്നു സൗദിയിൽ. ഇപ്പം അതൊക്കെ മാറിയില്ലേ? അതെല്ലാം മാറി. അങ്ങനെയുള്ള ഒരു ജാതി പരിഗണനയോ മതപരിഗണനയോ ഇല്ല, എൻ്റെ അറിവില്ല. ഈ ഗൾഫിലേക്ക് പോകുന്ന ആളുകളുടെ ഒരു സാധ്യത മങ്ങി എന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മുടെ നാട്ടിൽ. അത് വെറുതെ പറഞ്ഞ ഈ എനർജി ഉള്ളിടത്തോളം കാലം ഒരിക്കലും ഉണ്ടാവില്ല. എനർജി നമുക്ക് വേണമല്ലോ. അടുത്തൊരു 20 വർഷത്തേക്ക് ഒരു മാറ്റം ഒരു കുഴപ്പമുണ്ടാവില്ല. ഇല്ല. ഇപ്പോൾ ഈ സൗദിയിലാണെങ്കിൽ ഇപ്പോൾ ഇഷ്ടം പോലെ ഗോൾഡ് റിസർവ് ഉണ്ട്. ഗോൾഡ് ഇഷ്ടം പോലെ. അവർ പറയുന്നത് ഒരു $40 ബില്യൺ റിസർവ് ഉള്ളത് ഇപ്പോൾ കണ്ടുപിടിച്ചത് കിടപ്പുണ്ട്. അപ്പോൾ തുടങ്ങിയത് അവന് പണി. അപ്പം അത് ഒരു സിറ്റുവേഷൻ മോശമാണെന്ന് ഒരിക്കലും ഗൾഫ് മോശമാണ്, പീസ്ഫുള്ളാണ്. ടാക്സ് വളരെ കുറവാണ്. ഡു തിങ്ക് ഗവൺമെൻറ് സപ്പോർട്ട്. ഈ സമാധാനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പം നമ്മൾ ഈ ബിസിനസ്സുകാർക്കൊക്കെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ യുക്രൈൻ റഷ്യ വാറും അതുപോലെ തന്നെ ഇറാൻ അമേരിക്ക യുദ്ധം. അപ്പം അതിൽ ട്രംപ് വന്നതിന് ശേഷം അദ്ദേഹം ഓരോ ദിവസവും ഓരോ കാര്യം പറയും. അപ്പോൾ ഈ ഇറാൻ പ്രത്യേകിച്ച് ഏഷ്യയിലേക്കുള്ള ഈ യുദ്ധത്തിൻ്റെ പരിണാമങ്ങളും മാറ്റങ്ങളും ഒരു വ്യവസായി എന്നുള്ളതിൽ അങ്ങേ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എന്നുവെച്ചാൽ ഈ അമേരിക്കയാണല്ലോ വേൾഡ് പോലീസ്. അവർ ഡിസൈഡ് ചെയ്യും എന്തോ വേണമെന്ന്. അവിടെ മനസ്സിലായി പണ്ടത്തെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ വാക്ക് പറഞ്ഞാൽ കീപ്പപ്പ് ചെയ്യും. ഇപ്പോഴത്തത് കാലത്ത് പറഞ്ഞതല്ല വൈകിട്ട് പറയുന്നത്. അപ്പോൾ അതൊരു ഇതാണ്, ശരിയായ അഭിപ്രായമില്ല. അല്ല ഈ ഒരു ഗൾഫ് വാർ ഉണ്ടാവും പ്രതീക്ഷ സാധ്യതയുണ്ടോ? അങ്ങനെ സാധ്യത വളരെ കുറവാണ്. അമേരിക്കയ്ക്ക് അറിയാം 95% അതുകൊണ്ട് അവർ ചെയ്തില്ല. പക്ഷേ എൻ്റെ ഇസ്രായേലാണ് അടിച്ചേ മതിയാവുമെന്ന് അമേരിക്ക പുഷ് ചെയ്യുന്നത്. എനിക്കൊന്ന് അവിടുത്തെ ഭരണാധികാരിക്ക് യുദ്ധം ഒരു താല്പര്യമുള്ള സാധനമാണ് അവിടുത്തെ നിരന്തരമായി. അല്ല, അവരുടെ സുരക്ഷ ഫ്യൂച്ചറിലുള്ള ഫ്യൂച്ചർ അതിൽ നിൽക്കുന്ന മാത്രമാണ്. പൊതുവെ ഈ ഗൾഫ് നാടുകളിൽ പോയിട്ടുള്ള ഒരുപാട് മലയാളികളുണ്ട്. അപ്പം ഈ മലയാളികൾ ഗൾഫിൽ പോയത് കൊണ്ട് തന്നെയാണ് കേരളം ഇങ്ങനെ മാറിയത്. അതെ. അപ്പം ഈ അമേരിക്കൻ എന്നൊക്കെ വരുന്ന ചില ആൾക്കാർ നമ്മുടെ ഇവിടുത്തെ കെട്ടിടങ്ങളെ കണ്ടിട്ട് വീടൊക്കെ കണ്ടിട്ട് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം എത്രയാണെന്ന് ചോദിക്കും. ഒരു അന്തം വിട്ടു പോകുന്നു. കാര്യം അവർ വായിച്ചൊന്നുമല്ല കേരളത്തിൽ കാണുന്നത്. പഴയ കേരളമാണ്, ഇപ്പം പുതിയ കേരളമാണ്. ഇപ്പം നമ്മുടെ ടൂറിസം നന്നായി വളരുന്നുണ്ട്. അതെ, ഒരുപാട് സഞ്ചാരികൾ വിദേശത്ത് തന്നെ വരുന്നുണ്ട്. കാരണം ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് ആയിരുന്നു, ഇപ്പോൾ ഫോറിൻ ടൂറിസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ അങ്ങ് പല രാജ്യങ്ങൾ ചുറ്റി കറങ്ങുമ്പോൾ നമ്മുടെ നാടിനെ കുറിച്ച് വിദേശീയരുടെ ഒരു അഭിപ്രായം എങ്ങനെ ഉണ്ടാ? ഈ അവർക്ക് വേണ്ടത് ട്രാൻസ്പോർട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. ഹോട്ടലായാലും റോഡായാലും ഇല്ല, അതാണ് നോക്കേണ്ടത്. ഫസ്റ്റ് പ്രയോറിറ്റി ക്ലീനിങ്. ഈ വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ കുറച്ച് എത്തിക്കാറുണ്ട്. അതില്ല ഇവിടെ. ഇപ്പം നമ്മളിപ്പം അമേരിക്കയിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ വീട്ടിൽ പോയാൽ അവരുടെ വിസിറ്റിംഗ് റൂമിനെക്കാട്ടിൽ സൂപ്പറായിരിക്കും അവരുടെ ബാത്റൂം, ടോയ്ലറ്റ്. അത്ര ക്ലീൻ നീറ്റാണ്. അവിടെ ഞാൻ തുടങ്ങണം. അവിടുന്ന് തുടങ്ങണം. അതനുസരിച്ച് മാറ്റം ഉണ്ടാകും. നല്ല ഇപ്പോൾ ടോയ്ലറ്റിൽ പോയാൽ നമ്മളൊരു യോജിപ്പുണ്ട്. എന്താണെന്നറിയോ,
ഈ ചെറിയാൻ ഫിലിപ്പ് KTDC ചെയർമാനായിരുന്നു. അതെ ചെറിയാൻ ഫിലിപ്പ്. അതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ഒരു 50 പേർ കത്തയച്ചു, ഞാൻ എൻ്റെ പരിഷ്കാരങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങണം. ഞാൻ പറഞ്ഞു നിങ്ങൾ ടോയ്ലറ്റിൽ നിന്ന് തുടങ്ങാൻ പറഞ്ഞു. ഒറ്റ വരി എഴുതി, നിങ്ങൾ ടോയ്ലറ്റിൽ നിന്ന് തുടങ്ങി. പുള്ളി വെച്ച് കളിയാക്കിയത്. അപ്പോൾ ശരിക്കും അതാണല്ലോ അല്ലേ കാര്യം. ഒരു വിദേശി വന്നാൽ ആദ്യം അവർ ശ്രദ്ധിക്കുന്നത് ടോയ്ലറ്റ് വാഷ്റൂം ഒക്കെ എങ്ങനെയുണ്ട്. ദുബായിൽ പോകുമ്പോഴേ ദുബായ് മാളികളുണ്ട്, സെക്കൻഡ് ഫ്ലോറിൽ ഒരു പുതിയ ടോയ്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടും. ഇറങ്ങുമ്പോൾ അത്ര സൂപ്പർ, അത് ക്ലീൻ ചെയ്ത് നോക്കാൻ വേണ്ടി ആൾക്കാർ വെച്ചേക്കുന്നത്. ഞാൻ ഈ ഹോട്ടലിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ചേട്ടാ, ഇവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ച് കൂടി ആലോചിക്കുക. ഇവിടെ കേരളീയ തനിമയുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അതോ വെസ്റ്റേൺ ഫുഡാണോ? അല്ല, കേരളക്കാർക്ക് കേരളീയ ഫുഡുണ്ട്. അതിനുള്ള നമ്മുടെ ഈ വിദേശത്തുള്ള ആൾക്കാരൊക്കെ വന്നാലും കേരള ഫുഡിനോട് അട്രാക്ഷൻ തോന്നാൻ വേണ്ടി ഉണ്ടെങ്കിൽ ആവശ്യം പറയും, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കാം. അവർക്ക് ഈ എരിവ് ഒട്ടും പാടില്ല വിദേശികൾക്ക്. നമുക്ക് ഏറ്റവും കൂടുതൽ എരിവ് കേരളക്കാർക്ക് പ്രത്യേകിച്ച്. നമ്മൾ കള്ളുഷപ്പില്ലേ പണ്ട് കപ്പയും മീനും ഇറച്ചിയാണ് അല്ലെ ഏറ്റവും ഹോട്ടലിലെ ഫുഡാണ് അവർക്ക് ഏറ്റവും വലിയ ആഗ്രഹം. നമ്മുടെ പണ്ട് തൊട്ടേ അതാണ് സംഭവം. അതെ. ഈ ഹോട്ടലിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടൽസ് വന്നു. നമുക്ക് അഭിമാനമുള്ള കാര്യമാണ്. കേരളം മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ നിന്നും ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും കാശ്മീരിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ സെമിനാറുകൾ നടത്താനൊക്കെ നാഷണൽ സെമിനാറൊക്കെ നടക്കുന്നു. 3000 പേരൊക്കെ വന്ന് ഇറങ്ങുന്നു, ഡോക്ടേഴ്സിൻ്റെ മീറ്റിംഗൊക്കെ ഇറങ്ങുന്നു. അപ്പോൾ വേറൊരു പ്രതിഭാസം കൂടി കേരളത്തിന് വലിയ ഗുണകരമായിട്ടുണ്ട്. ഒരു ഹോട്ടൽ ഉടമ എന്നുള്ളത് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഡെസ്റ്റിനേഷൻ മാരേജ്. അതെ. അപ്പോൾ എന്താണ് അങ്ങയുടെ ഒരു കാഴ്ചപ്പാട്? കാരണം നമ്മുടെ ഹോട്ടലുകളിൽ ഒക്കെ ഈ ഡെസ്റ്റിനേഷൻ മാരേജ് സൗകര്യം ഉണ്ടെങ്കിൽ ഹോട്ടൽ നടത്താൻ ഡെസ്റ്റിനേഷൻ മാരേജ് മാത്രം മതി എന്നുള്ള അവസ്ഥ വരും. ഡെസ്റ്റിനേഷന്മാർ ഇവിടെ തന്നെ ഏറ്റവും കൂടുതൽ ഡെസ്റ്റിനേഷന്മാരുണ്ട് നമ്മുടെ ഹോട്ടൽ തന്നെ. ഒരു വർഷം മിനിമം 120 അത്രയും കിടക്കുന്നുണ്ട്. 120 കിടക്കുന്നു. അത് ഒരു മരയൊക്കെ വലിയ ഈ എല്ലാം നോർത്ത് ഇന്ത്യൻസിലാണ് കൂടുതൽ വരുന്നത്. പിന്നെ അമേരിക്കയിൽ നിന്ന്, ലണ്ടനിൽ നിന്ന് ആ മരയൊക്കെ മലയാളികളാണോ അവിടുത്തെ? മലയാളികളാണ്. അമേരിക്കൻ മലയാളികൾ, അത് UK അങ്ങനെ വരുന്നുണ്ട്. അതിൽ അവർക്ക് പണം ചെലവഴിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പം $1 90 rupees അല്ലേ, ഈസി അല്ലേ. ഇപ്പം ഏറ്റവും നല്ല സന്ദർശിക്കാൻ ഏറ്റവും ഈ ഡോളർ സ്ട്രോങ്ങും Indian rupees വളരെ വീക്കുമാണ്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ഗൾഫിൽ ദുബായ് ദിർഹം എന്ന് വെച്ചാൽ പണ്ട് ഞാൻ പോകുന്ന കാലത്ത് ₹1.50 1 ഒരു ദിർഹത്തിന്. ഇന്നത് 25 രൂപ ആയി. വേറെ മാറ്റമില്ല. അപ്പം അത്ര പൈസ എല്ലാ ഗൾഫിലും ഇപ്പം പൈസ Indian rupees ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങ് ബിസിനസ് മാനേജ്മെൻറ്റ് പഠിച്ച ആളാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ചോദിക്കുന്നത്, അങ്ങ് ഇത്രയും കൂടുതൽ ബിസിനസ് സംരംഭങ്ങൾ നടന്നതും വ്യത്യസ്ത മേഖലകളിലാണ് അങ്ങ് കൈകടത്തിയിട്ടുള്ളത്. അങ്ങനെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എങ്ങനെയുണ്ട്? ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഗൾഫിൽ പോകുമ്പോൾ അന്ന് പറഞ്ഞില്ലേ $1 8 രൂപയാണ്. ഞാൻ അന്നും എൻ്റെ സേവിങ് ചെയ്ത ഡോളറിലാണ്, ഒരു Indian രൂപയിലല്ല. ഇന്ന് ആ പൈസ കിടന്നാൽ 92 rupees ആയി. ആ വ്യത്യാസം മനസ്സിലായി. അപ്പോൾ ഇന്ത്യ ഇനിയും ഉയർച്ചയുണ്ടാകും. ഇന്ത്യക്കും കേരളത്തിനും യാതൊരു മാറ്റം ഉണ്ടാവില്ല. എൻ്റെ കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ ജനറേഷനുള്ള രാജ്യം ഇത് ഇന്ത്യയാണ്. 1.4 ബില്യൺ ഇന്ത്യൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കൺസ്യൂമർ മാർക്കറ്റും ലോകത്തെങ്ങുമില്ല. അതുകൊണ്ട് ഇന്ത്യക്ക് വളരെ വളരെ ഗുരുത്വമുണ്ടാകും. ഇന്ത്യ കഴിഞ്ഞ് ചൈന, അതാണ് മാറ്റം. ഇവിടെ എന്ത് ചെയ്താലും ലാഭം ഉണ്ടാക്കാൻ പറ്റും. മനുഷ്യർ ഇത്രയും ആഹാരം വേണ്ടേ, തുണി വേണ്ടേ, ഫസ്റ്റ് ഫുഡ്, രണ്ടാമത് ക്ലോത്ത്, പിന്നെ ബാക്കിയില്ല. അപ്പോൾ ഈ ബിസിനസ് ഏത് ചെയ്താലും ആൾക്കാരുണ്ടായേ പറ്റൂ, ലാഭവുമാണ്. കേരളത്തിലെ അതിരുകൾ മായ്ച്ച മലയാളികളെക്കുറിച്ച് അറിയുമ്പോഴും നമ്മുടെ വ്യവസായികളെക്കുറിച്ച് അറിയുമ്പോഴും വിദേശ നാടുകളിൽ പോയി ജീവിച്ചവരെക്കുറിച്ചൊക്കെ എഴുതുമ്പോൾ ആ ചരിത്രം എഴുതുമ്പോൾ അങ്ങയുടെ ഒരു സ്ഥാനം അവിടെ ഉണ്ട്. ഒരു പക്ഷേ കല്ലടയാറ്റി പിന്നെയും വെള്ളം ഒഴുകും, അതെ, കാലം കടന്നു പോകും. ഡോക്ടർ B രവിപിള്ള പത്മശ്രീ പുരസ്കാരം നേടിയ വ്യവസായി എങ്ങനെ ഓർമ്മിക്കപ്പെടണമെന്ന് അങ്ങ് ആലോചിച്ചിട്ടുണ്ടോ? കേരളത്തിൽ മലയാളിയുടെ മനസ്സിൽ കളങ്കമില്ലാത്ത നല്ല മനുഷ്യനാണ്. അതായിരിക്കും ഏറ്റവും വലിയ സമ്പാദ്യം. അതല്ലേ ഏറ്റവും നല്ലത്. പിന്നെ എപ്പോഴും കമ്മിറ്റ്മെൻറ്റ് ഉള്ള ആളായിരിക്കണം. ഞാൻ നിങ്ങളുടെ ഒരു പ്രോമിസ് ചെയ്താൽ നടന്നിരിക്കണം, ഇല്ലാതെ പറയണ്ട. ഞാൻ പ്രോമിസ് മിസ്റ്റർ ശ്രീനന്ദൻ വരിക്കോ തീർച്ചയായും ഇന്ന ആൾ പറഞ്ഞതല്ലേ, ഇതെങ്കിലും പ്ലാൻ ചെയ്തു അവസാനം ഞാൻ കാലം അറിയാൻ എന്ത് ചെയ്യും. താങ്ക് യു. താങ്ക് യു.